സ്ട്രക്ചർ ഓഫ് ഈസ്റ്റ്. അപ്പം നമ്മൾ പഠിച്ചു ഫഞ്ചയെ നമ്മൾ യൂണിസെല്ലുലാർ എന്നും മൾട്ടി സെല്ലുലാർ എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നത്. അപ്പം അതിൽ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളതാണ് നമ്മൾ മോൾഡിനെ പറ്റി പഠിച്ചത്. മോൾഡിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് പഠിക്കേണ്ടത് ഹൈഫയെ പറ്റിയാണ് പഠിക്കേണ്ടത്. പലതരത്തിലുള്ള ഹൈഫയെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് ഈസ്റ്റിൻ്റെ സ്ട്രക്ചറിലോട്ട് വരികയാണ്. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിസെല്ലുലാർ ആയിരിക്കും. അപ്പോൾ ഇനിയും ഈസ്റ്റിൻ്റെ താലസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ താലസ് ഈസ് നോൺ മൈസീലിയൽ. അവിടെ മൈസീലിയമേ കാണപ്പെടത്തില്ല, മൈസീലിയം ഇല്ല, ഹൈഫേ ഇല്ല, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറും ഇല്ല ഈസ്റ്റിൻ്റെ താലസ് എന്ന് പറയുമ്പോൾ. ഇറ്റ് കൺസിസ്റ്റ് സിംഗിൾ മൈന്യൂട്ട് ഓർ സ്ഫെറിക്കൽ സെൽസ്. സിംഗിൾ മൈന്യൂട്ടായിട്ടുള്ള സ്ഫെറിക്കൽ സെൽസ് ആണ് ഈ ഒരു ഈസ്റ്റിൻ്റെ താലസ് എന്ന് പറയുന്നത്. മൈന്യൂട്ടായിട്ടുള്ള സ്ഫെറിക്കലായിട്ടുള്ള സെൽസ്. ആൻഡ് ഇറ്റ് ഈസ് ഹയലൈൻ. ഹയലൈൻ ആയിട്ടുള്ള നേച്ചറാണ് അതിനകത്തുള്ളത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടൈനി മാസ് ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് സറൗണ്ടഡ് ബൈ സെൽ വോൾ. ടൈനി മാസ് ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് സറൗണ്ടഡ് ബൈ സെൽ വോൾ. ഒരു പ്രോട്ടോപ്ലാസ്റ്റും അതിനെ സറൗണ്ട് ചെയ്തിട്ട് സെൽ വോളും കാണപ്പെടും. ഇനി ഇതിൻ്റെ സെൽ വോളിനെ പറ്റി പഠിച്ചാൽ അതിൻ്റെ സെൽ വോൾ ഈസ് വെരി തിൻ, ഡെലിക്കേറ്റ്, കയറ്റിനസ് ആൻഡ് നോ സെല്ലുലോസ്. ഇതിൻ്റെ സെൽ വോളും ദ സെൽ വോൾ ഓഫ് ഫഞ്ചൈ, മൊത്തത്തിലേ നമ്മൾ ഫഞ്ചൈയുടെ സെൽ വോൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ദ സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. അപ്പോൾ അത് മോൾഡ് ആണെങ്കിലും ഈസ്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ വരത്തുള്ളൂ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. കൈറ്റിൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. വാട്ടർ ഇൻസോളബിൾ ഹോമോപോളിമർ ഓഫ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീൻ, അതാണ് കൈറ്റിൻ. അത് തന്നെയാണ് ഇവിടെ. നോ സെല്ലുലോസ് ഉണ്ടാകത്തില്ല. അപ്പം പ്രോട്ടോപ്ലാസ്റ്റും സെൽവോളുമാണ് അതിൻ്റെ സ്ട്രക്ചറിലുണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് അടുത്ത നെക്സ്റ്റ് പ്രോട്ടോപ്ലാസ്റ്റ് കൺസിസ്റ്റ് ഓഫ് സൈറ്റോപ്ലാസം സറൗണ്ടിങ് ന്യൂക്ലിയസ്. ഇനി എന്തൊക്കെയാണ് പ്രോട്ടോപ്ലാസ്റ്റിൽ വരുന്നത്? സെൽവോളും പ്രോട്ടോപ്ലാസ്റ്റും കൂടെ ചേരുന്നതാണ് ഒരു ഈസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് നമ്മൾ പഠിച്ചു. അതിൽ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സൈറ്റോപ്ലാസം, അതിനകത്ത് ന്യൂക്ലിയസും. കൺസിസ്റ്റ് ഓഫ് സൈറ്റോപ്ലാസം സറൗണ്ടിങ് ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള സൈറ്റോപ്ലാസം. Cytoplasm is divided into outer ectoplasm and inner endoplasm. സൈറ്റോപ്ലാസത്തിനെ ഇനി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ഔട്ടർ പോർഷനെ നമ്മൾ വിളിക്കുന്നു എക്ടോപ്ലാസം, ഇന്നർ പോർഷനെ നമ്മൾ പറയുന്നു എൻഡോപ്ലാസം. എൻഡോപ്ലാസം ഈസ് ഡെൻസ് ആൻഡ് ഗ്രാനുലാർ ആൻഡ് കണ്ടെയ്ൻസ് ദ ന്യൂക്ലിയസ് കാണുന്ന ഭാഗമാണ് എൻഡോപ്ലാസം എന്ന് പറയുന്നത്. അത് ഡെൻസ് ആണ്, ഗ്രാനുലാർ ആണ്, ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ന്യൂക്ലിയസ് ഓക്കുപ്പൈയിങ് മച്ച് ഓഫ് ദ സ്പേസ് വാക്യൂൾ. ഒരു ന്യൂക്ലിയസിന് അസോസിയേറ്റ് ചെയ്തിട്ട്, ഇപ്പം എൻഡോപ്ലാസത്തിനകത്താണ് ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അതിനകത്ത് എൻഡോപ്ലാസത്തിൻ്റെ ഏകദേശം മൊത്ത സ്പേസും ഇത് ചെയ്തിട്ടുള്ള ഒക്കുപ്പൈ ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ വാക്യൂൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് എ വാക്യൂൾ കണ്ടെയ്ൻസ് എ സൊല്യൂഷൻ. അതിനകത്തുള്ള സൊല്യൂഷനെ നമ്മൾ വൊല്യൂട്ടിൻ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് എ കോംപ്ലക്സ് മെറ്റീരിയൽ കൺസിസ്റ്റിംഗ് ഓഫ് RNA, ലിപ്പോപ്രോട്ടീൻ ആൻഡ് പോളിഫോസ്ഫേറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് വൊല്യൂട്ടിനകത്ത് ഉള്ള, അല്ലെങ്കിൽ വൊല്യൂട്ടിൻ്റെ കെമിക്കൽ നേച്ചർ എന്താണ് എന്ന് ചോദിച്ചാൽ RNA, ലിപ്പോപ്രോട്ടീൻ ആൻഡ് പോളിഫോസ്ഫേറ്റ്, ഇതൊക്കെ ആണ് വൊല്യൂട്ടിൻ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഈസ്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ സെൽവോള്, അതിനകത്ത് പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും. സൈറ്റോപ്ലാസം, എക്ടോപ്ലാസം, എൻഡോപ്ലാസത്തിനകത്ത് ന്യൂക്ലിയസിനോട് ചേർന്നിട്ട് ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസിനെ നമുക്ക് വാക്യൂൾ എന്ന് വിളിക്കാം. വാക്യൂളിനകത്ത് കാണുന്ന ആ മെറ്റീരിയലാണ് വൊല്യൂട്ടിൻ. അതിൻ്റെ കെമിക്കൽ നേച്ചർ RNA, ലിപ്പോപ്രോട്ടീൻ, പോളിഫോസ്ഫേറ്റ്. ഇനി ഈസ്റ്റിൻ്റെ ന്യൂട്രീഷനെ പറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഫംഗസ് മൊത്തത്തിലെ അതിൻ്റെ ന്യൂട്രീഷൻ ഈസ് ഹെട്രോട്രോഫിക് ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ വരത്തുള്ളൂ. ന്യൂട്രീഷൻ ഈസ് ഹെട്രോട്രോപ്സ്.
ദറ്റ് മീൻസ് ദേ ഡിപ്പെൻഡ് അപ്പോൺ പ്രീഫോംഡ് ഫുഡ്, പ്രീഫോംഡ് ഓർഗാനിക് മാറ്റർ. തന്നെ ഒന്നും ചെയ്യത്തില്ല, പ്രീഫോംഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ആണ് അവർ യൂസ് ചെയ്യുന്നത്. റീപ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ ഈസ് എസെക്ഷുവൽ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്. എസെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്. എസെക്ഷുവൽ ആണ് മെയിനായിട്ടും, സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, രണ്ട് തരത്തിലുള്ള എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ്റ്റിനകത്ത് കാണുന്നുണ്ട്. അതാണ് ബഡ്ഡിങ്ങും ഫിഷനും. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ രണ്ട് ടൈപ്പ്, ബഡ്ഡിങ് ആൻഡ് ഫിഷൻ. ഒരു ഈസ്റ്റ് സെല്ലിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. ഈ വരച്ചിരിക്കുന്നത് മൈറ്റോകോൺട്രിയ ഒരു യൂകാരിയോട്ട് ആണ്. യൂകാരിയോട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ സെൽ ഓർഗനൽസും ഇതിനകത്തും പ്രസൻ്റ് ആണ്. യൂണിസെല്ലുലാർ ആണ് എന്ന് കരുതി സെൽ ഓർഗനൽസ് ഇല്ല എന്നല്ല, എല്ലാ സെൽ ഓർഗനൽസും ഇവിടെയും ഉണ്ടാകും. ഇത് മൈറ്റോകോൺട്രിയ. പിന്നെ ഇതിനകത്ത് കാണുന്ന മെയിൻ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ബഡ്ഡിങ് ആണ്. ഈ വരച്ചിരിക്കുന്നത് അതിൻ്റെ ബഡാണ്. ബഡ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് ഗ്രോത്ത്, മദർ സെല്ലിൽ നിന്ന് ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊട്ടൂബറൻസ് ഉണ്ടാകുന്നു. അത് എൻലാർജ് ചെയ്ത് ഫൈനലി മദർ സെല്ലിൽ നിന്ന് അതങ്ങ് ഡിറ്റാച്ച് ചെയ്യും. അതൊരു പുതിയ സെല്ലായിട്ട് മാറും. അങ്ങനെ കാണപ്പെടുന്ന റീപ്രൊഡക്ഷനാണ് ബഡ്ഡിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വരച്ചിരിക്കുന്നത് അതിനകത്തെ ഒരു ബഡാണ് ഈ വരച്ചിരിക്കുന്നത്. ഇത് മദർ സെല്ലാണ്. ഇവിടം വരെ മദർ സെല്ല് വരും. പിന്നെ ഈ വരച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ബഡാണ്. ഈ ബഡിനകത്തുമുണ്ട് മൈറ്റോകോൺട്രിയ കാണാം. ഈ ബഡിനകത്ത് കാണുന്ന വാക്യൂളിനെ ബഡ് വാക്യൂൾ എന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് ഒരു ബഡ്. പിന്നെ ഇത് ഈസ്റ്റിൻ്റെ സ്ട്രക്ചറാണ്. ഇത് ന്യൂക്ലിയസ്. ഈ വരച്ചിരിക്കുന്നത് ന്യൂക്ലിയസ്. അതിനെ സറൗണ്ട് ചെയ്ത് ഈ വരച്ചിരിക്കുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ. ആ ന്യൂക്ലിയർ മെംബ്രെയിൻ പോറസ് ആണ്. അതിനകത്ത് പോഴ്സ് ഒക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മച്ച് ഓഫ് ദ സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ഈസ് ദ വാക്യൂൾ. അപ്പോൾ ഇതാണ് വാക്യൂൾ എന്ന് പറയുന്നത്. വാക്യൂളിനെ സറൗണ്ട് ചെയ്ത് വാക്യൂൾ മെംബ്രെയിൻ, സെല്ലിനെ സറൗണ്ട് ചെയ്ത് സൈറ്റോപ്ലാസത്തിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന മെംബ്രെയിൻ സെൽ മെംബ്രെയിൻ. ഇത് കാണിച്ചിരിക്കുന്നത് ബഡ് സ്കാർ. ബഡ് ഡിറ്റാച്ച് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു സ്കാർ ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് ബഡ് സ്കാർ എന്ന് വിളിക്കുന്നത്. ഈ വരച്ചിരിക്കുന്നതാണ് സെൽ വോള്. ഇത് സെൽ വോള് കാണാം. വാക്യൂളിനകത്ത് കാണുന്ന ഗ്രാന്യൂൾസ് ആണ് വാക്യുലാർ ഗ്രാന്യൂൾസ്. ഇതെല്ലാം സ്റ്റോറേജ് ഗ്രാന്യൂൾസ്. അപ്പം ഇതാണ് ഒരു ഈസ്റ്റിൻ്റെ അൾട്രാ സ്ട്രക്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഈസ്റ്റിനകത്ത് മെയിൻ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഇതാണ് ബഡ്ഡിങ്ങിൻ്റെ പ്രോസസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു ഈസ്റ്റ് സെല്ല്. ആ ഈസ്റ്റ് സെല്ലിനകത്ത് ഇത് അതിൻ്റെ ന്യൂക്ലിയസും ഇതിനകത്ത് വാക്യൂളുമാണ്. ഈ ഈസ്റ്റ് സെല്ലിൽ നിന്ന് ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നു. ഒരു ചെറിയ ഔട്ട് ഗ്രോത്ത് ആദ്യം ഉണ്ടാകും ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന്. ആ ഔട്ട് ഗ്രോത്ത് എൻലാർജ് ചെയ്ത് ഫൈനലി ഇതിൽ നിന്നങ്ങ് ഡിറ്റാച്ച് ചെയ്യും. ഈ മദർ സെല്ലിൽ നിന്ന് ഇതങ്ങ് ഡിറ്റാച്ച് ചെയ്യും. മുറിഞ്ഞങ്ങ് മാറി ഇതൊരു സെല്ല്, ഇത് അടുത്ത വേറൊരു പുതിയ സെല്ലായിട്ട് മാറും. അപ്പം ഇങ്ങനെ കാണപ്പെടുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈസ്റ്റിനകത്ത് വേറൊരു ടൈപ്പ് റീപ്രൊഡക്ഷനും കൂടി കാണുന്നുണ്ട്. അതിനെയാണ് ബൈനറി ഫിഷൻ എന്ന് വിളിക്കുന്നത്. ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഇതൊരു ഈസ്റ്റ് സെല്ലാണെന്നുണ്ടെങ്കിൽ ഈ ഈസ്റ്റ് സെല്ല് രണ്ടായിട്ട് അങ്ങ് മുറിഞ്ഞിട്ട് ഇതൊരു പുതിയ സെല്ലാകും, ഇതൊരു പുതിയ സെല്ലാകും. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഒന്നിൽ നിന്ന് 2, 2ൽ നിന്ന് 4, അങ്ങനെ അങ്ങ് പോകും. ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും മുറിഞ്ഞിട്ട് ഇത് ഒരു പുതിയത്, ഇതൊരു പുതിയത്, അങ്ങനെ ഉണ്ടാകുന്ന ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് ബൈനറി ഫിഷൻ. എന്നാലും കൂടുതലും ഈസ്റ്റിൽ കാണുന്ന മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ബഡ്ഡിങ് ആണ്. ഇറ്റ്സ് ദ മെയിൻ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ഈസ്റ്റ്. ഇനി റീപ്രൊഡക്ഷൻ ഇൻ ഫഞ്ചയിൽ കാണുന്ന റീപ്രൊഡക്ഷൻ. അപ്പം നമ്മൾ ഈസ്റ്റിൻ്റെ റീപ്രൊഡക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മോൾഡിനകത്തും ഈസ്റ്റിനകത്തും ഒരേപോലെ കാണുന്നതാണ് ഈ പറയാൻ പോകുന്ന മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ എല്ലാം. അപ്പം റീപ്രൊഡക്ഷൻ ഇൻ ഫഞ്ചൈ. അപ്പം ഫഞ്ചൈയിലെ റീപ്രൊഡക്ഷനെ നമുക്ക് 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ റീപ്രൊഡക്ഷൻ ഇൻ ഫഞ്ചൈ ഇൻക്ലൂഡ്സ് വെജിറ്റേറ്റീവ്,
asexual and sexual methods. So there are mainly 3 types of reproduction: vegetative, asexual and sexual method. Some of the important method of reproduction in fungi are as follows. Fungi il കാണുന്ന method of reproduction: vegetative reproduction. The most common method of vegetative reproduction is fragmentation. അപ്പോൾ 3 ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ്: വെജിറ്റേറ്റീവ്, എസെക്ഷുവൽ, സെക്ഷുവൽ. അതിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡാണ് ഫ്രാഗ്മെൻറ്റേഷൻ. അതായത് ഒരു ഹൈഫേ പല പല പീസസ് ആയിട്ട് ബ്രേക്ക് ആകുന്നു. ദ ഹൈഫേ ബ്രേക്ക് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ് ആക്സിഡൻ്റലി ഓർ അതർവൈസ്. എങ്ങനെയെങ്കിലും ആക്സിഡൻ്റലായിട്ട് അല്ലെങ്കിൽ അല്ലാതെ ഹൈഫേ ബ്രേക്ക് ആകുന്നു. എന്നിട്ട് ഈ ബ്രേക്ക് ചെയ്ത് പല പല പീസസ് ആകുന്നു. ഇതിലെ ഓരോ പീസും പുതിയ സെല്ലായിട്ട് മാറുന്നു. ഈച്ച് ഫ്രാഗ്മെൻറ്റ് ഡെവലപ്സ് ഇൻ ടു എ ന്യൂ ഇൻഡിവിഡുവൽ. ഇതിലെ ഓരോ ഫ്രാഗ്മെൻറ്റും പുതിയ പുതിയ സെല്ലായിട്ട് മാറുന്നു. അങ്ങനെ കാണപ്പെടുന്ന മെത്തേഡാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിലെ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന മെത്തേഡ്. In the laboratory, hyphal tip method is commonly used for inoculation of saprophytic method. ലബോറട്ടറിയിൽ ഫംഗൽ കൾച്ചർ ചെയ്യുമ്പോഴത്തേക്ക് ഹൈഫയുടെ ഒരു പീസാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. മൈസീലിയത്തിൻ്റെ ഒരു പീസാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. ആ ഒരു പീസ് ബ്രേക്ക് ചെയ്ത് പല പല പീസസ് ഉണ്ടായി ആ ഓരോ പീസും പുതിയ പുതിയ സെല്ലായിട്ട് മാറുന്നു. അപ്പോൾ ആ മെത്തേഡിന് ഹൈഫൽ ടിപ്പ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ സാപ്രോഫൈറ്റിക് ഫംഗസ്. സാപ്രോഫൈറ്റിക് ഫംഗസിൽ കാണുന്ന ഒരു മെയിൻ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ helps to increase the number of individual cells, and vegetative reproduction in fungi occurs by method of vegetative reproductionന്റെ മെത്തേഡ് ഏതാണ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ ഒരു മെത്തേഡാണ് ഫ്രാഗ്മെൻറ്റേഷൻ. നമ്മൾ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തു. മൈസീലിയം പല ഫ്രാഗ്മെൻറ്റ്സ് ആകുന്നു. ആ ഓരോ ഫ്രാഗ്മെൻറ്റ്സും പുതിയ സെല്ലായിട്ട് മാറുന്നു. ഇനി ഫ്രാഗ്മെൻറ്റേഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആയിട്ട് കാണപ്പെടുന്ന ഫംഗസിന് എക്സാമ്പിൾസ് ആണ് റൈസോപ്പസും ആസ്പെർജില്ലസും. ദ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ സീൻ ഇൻ റൈസോപ്പസ് ആൻഡ് ആസ്പെർജില്ലസ്. സെക്ഷുവൽ ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ ഇതിന് കാണുന്ന ഫ്രാഗ്മെൻറ്റേഷൻ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഫിലമെൻ്റസ് ഫഞ്ചൈക്ക് എക്സാമ്പിൾസ് ആണ് റൈസോപ്പസ് ആൻഡ് ആസ്പെർജില്ലസ്. ഇനി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ അടുത്ത ഒരു മെത്തേഡാണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ പല മെത്തേഡ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് നമ്മൾ പറഞ്ഞത് ഫ്രാഗ്മെൻറ്റേഷൻ. ഹൈഫെ മുറിഞ്ഞ് പല കഷ്ണങ്ങളായി ആ ഓരോ കഷ്ണങ്ങളും ആ ഓരോ പീസും പുതിയ സെല്ലായിട്ട് മാറുന്നത്. അടുത്ത ഒരു റീപ്രൊഡക്ഷനാണ് ഫിഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ വേറൊരു മെത്തേഡാണ് ഫിഷൻ. ഫിഷൻ ഒക്കേഴ്സ് ഇൻ യൂണിസെല്ലുലാർ ഫഞ്ചൈ സച്ച് ആസ് ഈസ്റ്റ്. ഈസ്റ്റിലെ മെത്തേഡിൽ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ഫിഷൻ, ബൈനറി ഫിഷൻ. ഫിഷൻ ഈസ് എ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഒക്കേഴ്സ് ഇൻ യൂണിസെല്ലുലാർ ഫഞ്ചൈ സച്ച് ആസ് ഈസ്റ്റ്. ഈസ്റ്റിൽ കാണുന്ന ഒരു മെത്തേഡാണ് ഫിഷൻ എന്ന് പറയുന്നത്. മെച്വർ സെൽ ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി ഇൻറ്റു 2 and the 2 daughter cells separates and give rise to 2 individuals. ഒരു സെല്ല് ഇങ്ങനെ രണ്ടായിട്ട് മുറിഞ്ഞ് ഓരോ പീസും ഓരോ ഇതും പുതിയ സെല്ലായിട്ട് മാറുന്നു. ഗീവ്സ് റൈസ് ടു ന്യൂ ഇൻഡിവിഡുവൽ. അടുത്ത നെക്സ്റ്റ് ബഡ് ഫിഷൻ. ഇറ്റ് ഈസ് എ മോഡിഫൈഡ് ടൈപ്പ് ഓഫ് ഫിഷൻ. ഫിഷൻ്റെ വേറൊരു ടൈപ്പാണ് ബഡ് ഫിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ബഡ് ഫിഷൻ ക്രോസ് വോൾ ആർ ഡെവലപ്ഡ് നിയർ ദ ബേസ് ഓഫ് ദ ബഡ് ടു സെപ്പറേറ്റ് ദ ബഡ് ഫ്രം ദ മദർ സെൽ. അത് ഫിഷൻ്റെ ഒരു മോഡിഫൈഡ് ടൈപ്പ്. അതായത് ഇവിടെ ക്രോസ് വോൾ, ഇവിടെ നമ്മൾ ഫിഷനിൽ ഇവിടെ നേരെ സെൻറ്ററിലായിരിക്കും ക്രോസ് വോൾ ഡെവലപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഇതിനെ 2 പുതിയ സെല്ലായിട്ട് മാറ്റും. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇവിടെ അങ്ങനെയല്ല. ക്രോസ് വോൾസ് ഡെവലപ്പ് ചെയ്യുന്നത് ബഡിൻ്റെ ബേസിലായിരിക്കും.
ഒരു ബഡ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ബേസിലായിരിക്കും ക്രോസ് വോൾ ഡെവലപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അത് ആ ബഡിനെ മദർ സെല്ലിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ കാണപ്പെടുന്ന ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് ബഡ് ഫിഷൻ. ബഡിൻ്റെ ബേസിൽ ക്രോസ് വോൾ ഉണ്ടാകുന്നു. ആ ക്രോസ് വോൾ ബഡിനെ മദർ സെല്ലിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യിപ്പിക്കുന്നു. അതാണ് ബഡ് ഫിഷൻ. ഇനി ബഡിങ്. ബഡ് ലൈക്ക് ഗ്രോത്ത് എമർജസ് ഔട്ട് ഫ്രം ദ മെച്വർ സെൽ. നമ്മൾ മുമ്പേ പടത്തിൽ കണ്ടത്, ഇതൊരു മദർ സെല്ലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊട്ടൂബറൻസ് ഡെവലപ്പ് ചെയ്യും. സെല്ലിൻ്റെ എൻഡിൽ ഒരു പ്രൊട്ടൂബറൻസ് ഡെവലപ്പ് ചെയ്യും. ആ പ്രൊട്ടൂബറൻസ് ഇതേപോലെ ഒരു പ്രൊട്ടൂബറൻസ് അല്ലെങ്കിൽ ഒരു ഔട്ട് ഗ്രോത്ത്. ഈ ഔട്ട് ഗ്രോത്ത് വലുതായി അവസാനം ഇത് മദർ സെല്ലിൽ നിന്ന് മുറിഞ്ഞു പോകുന്നു. ബഡിങ് ഈസ് കോമൺലി ഒക്കർ ഇൻ യൂണിസെല്ലുലാർ ഫോംസ് സച്ച് ആസ് ഈസ്റ്റ്. അപ്പോൾ ഫിഷന്, ബഡ് ഫിഷന്, ബഡിങ് ഇതെല്ലാം തന്നെയും ഈസ്റ്റിൽ കാണുന്ന ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. എന്നാൽ നമ്മൾ ആദ്യം പഠിച്ച ഫ്രാഗ്മെൻറ്റേഷൻ, ആ ഫ്രാഗ്മെൻറ്റേഷൻ നമ്മൾ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ സാപ്രോഫൈറ്റിക് ഫിലമെൻറ്റസ് ഫഞ്ചയിൽ കാണുന്ന, മോൾഡിൽ കാണുന്ന ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് ഫ്രാഗ്മെൻറ്റേഷൻ. ഈസ്റ്റിൽ കാണുന്ന ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് ഫിഷന്, ബഡ് ഫിഷന്, ബഡിങ്. ഇതെല്ലാം ഈസ്റ്റിൽ കാണുന്ന. ബഡിങ് ഓഫ് ഈസ്റ്റ് മേ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഇനി ഈ ബഡിങ് തന്നെ പലതരത്തിലുള്ള ബഡിങ് കാണാറുണ്ട്. പലതരത്തിലുള്ള ബഡിങ്. മൾട്ടിലാറ്ററൽ ബഡിങ്. മൾട്ടിലാറ്ററൽ ബഡിങ് മീൻസ് ബഡ്സ് arise at any point on the mother cell but never again at the same site. എവിടെ വേണമെങ്കിലും മദർ സെല്ലിൻ്റെ ഏത് സൈറ്റിൽ വേണമെങ്കിലും ബഡ്സ് എറൈസ് ചെയ്യും. എന്നാൽ ഒരിക്കൽ എറൈസ് ചെയ്ത പോയിന്റിൽ പിന്നീട് ഒരിക്കലും ഡെവലപ്പ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള ടൈപ്പ് ബഡിങ്ങിനെയാണ് മൾട്ടിലാറ്ററൽ ബഡിങ് എന്ന് പറയുന്നത്. അടുത്തത് യൂണിപോളാർ ബഡിങ്. ബഡിങ് റിപ്പീറ്റഡ് അറ്റ് സെയിം സൈറ്റ് ഓൺ ദ മദർ സെൽ. എറൈസ് ചെയ്ത സൈറ്റിൽ തന്നെ വീണ്ടും ബഡ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള ടൈപ്പാണ് യൂണിപോളാർ ബഡിങ്. മറ്റിടത്ത് പലയിടത്ത് ഡെവലപ്പ് ചെയ്യാം, പക്ഷെ ഒരിക്കൽ എറൈസ് ചെയ്തെടുത്ത് പിന്നീട് ഒരിക്കലും വരത്തില്ല. ഇത് ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് യൂണിപോളാർ ബഡിങ് എന്ന് പറയുന്നത്. ബൈപോളാർ ബഡിങ്. ബഡിങ് റെസ്ട്രിക്റ്റഡ് ടു ബോത്ത് പോൾസ് ഓഫ് ദ സെൽ. രണ്ട് പോളുകളിൽ മാത്രം. ഇപ്പം ഇതൊരു മദർ സെല്ലാണെങ്കിൽ ഇതാണ് ഒരു പോള്, ഇവിടെ ഡെവലപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ രണ്ട് പോൾസിൽ മാത്രം ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ബൈപോളാർ ബഡിങ് എന്ന് പറയുന്നത്. മോണോപോളാർ ബഡിങ് ബഡ്സ് ഒറിജിനേറ്റ് അറ്റ് ഓൺലി വൺ പോൾ ഓഫ് ദ മദർ സെൽ. ഏതെങ്കിലും ഒരു പോളിൽ മാത്രം ബഡ്സ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മോണോപോളാർ ബഡിങ്. അപ്പോൾ അങ്ങനെ ബഡിങ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ഈസ്റ്റ്. ഈസ്റ്റിൽ കാണുന്ന റീപ്രൊഡക്ഷൻ എക്സാമ്പിൾസ് ഫിഷൻ, ബഡ് ഫിഷൻ, ബഡിങ്. ബഡിങ് തന്നെ പലതരത്തിലുള്ളത്. മൾട്ടിലാറ്ററൽ, യൂണിപോളാർ, ബൈപോളാർ, മോണോപോളാർ. ഇനി അടുത്ത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ അടുത്ത ഒരു ടൈപ്പാണ് ഫോർമേഷൻ ഓഫ് ജെമ്മേ. Gemmae are specialized thick-walled aggregation of chlamydospore-like structure. Chlamydospore-like structure അതുപോലെ ക്ലമൈഡോസ്പോർസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, തിക്ക് വോൾഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അതുപോലെ തിക്ക് വോൾഡ് ആയിട്ടുള്ള അഗ്രിഗേഷനെയാണ് ജെമ്മ എന്ന് വിളിക്കുന്നത്. സ്ക്ലീറോഷ്യ, ദേ ആർ സ്യൂഡോ പാരൻകൈമാറ്റസ് മൈസീലിയൽ അഗ്രിഗേഷൻസ്. സ്യൂഡോ പാരൻകൈമാറ്റസ് ആയിട്ടുള്ള മൈസീലിയൽ അഗ്രിഗേഷൻസിനെ പറയുന്ന പേരാണ് സ്ക്ലീറോഷ്യ. അപ്പം അങ്ങനെ ഇതെല്ലാം ജെർമിനേറ്റ് ചെയ്ത് പുതിയ സെൽസ് ആയിട്ട് മാറുവാണ് ജെമ്മയും സ്ക്ലീറോഷ്യവും ഇതെല്ലാം. അപ്പം ഇതെല്ലാം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ പല ടൈപ്സ് ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ പല ടൈപ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പം റീപ്രൊഡക്ഷൻ ഇൻ ഫഞ്ചൈ നമ്മൾ പറഞ്ഞു, റീപ്രൊഡക്ഷൻ 3 തരത്തിലാണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ പല ടൈപ്സ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി അടുത്തത് നമുക്ക് പറയാൻ പോകുന്നതാണ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ takes place by means of spores. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ബൈ മീൻസ് ഓഫ് സ്പോർ. സ്പോറിൻ്റെ പ്രൊഡക്ഷൻ വഴിയാണ്
asexual reproduction നടക്കുന്നത്. And each spore develop into ന്യൂ ഇൻഡിവിഡുവൽ, പുതിയ ഇൻഡിവിഡുവൽ ആയിട്ട് മാറുന്നു. ഓരോ സ്പോറും പുതിയ ഇൻഡിവിഡുവൽസ് ആയിട്ട് മാറുന്നു. The method of asexual reproduction is spore formation. Asexual spores. Asexual spores, they are innumerable, produced on the diploned mycelium in phycomycetes and ascomycetes. In basidiomycetes, they are produced on the diploned mycelium, and the spores are of diverse type and borne upon specialized structures called sporophore. ഇപ്പോൾ സ്പോർ ഡെവലപ്പ് ചെയ്യുന്ന ഹൈഫേ അല്ലെങ്കിൽ സ്പോർ ഡെവലപ്പ് ചെയ്യുന്ന ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സ്പോറോഫോർ. These spores are produced asexually and called asexual spores. Asexually ഫോം ചെയ്യുന്നത് കൊണ്ട് നമുക്കതിനെ asexual spores എന്ന് വിളിക്കാം. And usually the spores are uninucleate and non-motile, but multinucleate and motile spores are also formed. അപ്പോൾ asexual spores ഇനി നമുക്ക് രണ്ടായിട്ട് പറയാം. യൂണിന്യൂക്ലിയേറ്റ് ആയിട്ട് നോൺ മോട്ടൈൽ ആയിട്ടുള്ളത് കൊണ്ട് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ട് മോട്ടൈൽ ആയിട്ടുള്ള എസെക്ഷുവൽ സ്പോർസും പ്രസന്റ് ആണ്. The fungus producing more than one type of spore is called pleomorphic or polymorphic. ചില ഫംഗസ് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്പോറുകൾ കാണപ്പെടും. അതിനെ നമുക്ക് പ്ലിയോമോർഫിക് എന്ന് വിളിക്കാം. The spores producing inside sporangia are termed endogenous spores, and spores developing exogenously on the terminal end of the sporophore are called exogenous spore. അപ്പോൾ ഇനി ഈ സ്പോർ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്തിൻ്റെയെങ്കിലും ഉള്ളിലാണോ? അതായത് സ്പൊറാഞ്ചിയത്തിനുള്ളിലാണെങ്കിൽ അതിനെ നമുക്ക് എൻഡോജീനസ് സ്പോർ എന്ന് വിളിക്കാം. സ്പൊറാഞ്ചിയത്തിന് പുറത്ത്, അതായത് എക്സോജീനസ് ആയിട്ട് സ്പോറോഫോർ എന്ന് പറഞ്ഞാൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഫയ്ക്കാണ് സ്പോറോഫോർ എന്ന് പറയുന്നത്. ആ സ്പോറോഫോറിൻ്റെ ടെർമിനൽ പോർഷനിലാണ് അതുണ്ടാകുന്നതെങ്കിൽ അതിനെ എക്സോജീനസ് സ്പോർ എന്ന് വിളിക്കാം. അപ്പോൾ സ്പോർസ് തന്നെ എൻഡോജീനസ് സ്പോറും ഉണ്ട്, എക്സോജീനസ് സ്പോറും ഉണ്ട്. Endogenous spores. Endogenous spores are produced within special spore producing cell called sporangium. സ്പൊറാഞ്ചിയത്തിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്പോർസിനെയാണ് നമ്മൾ എൻഡോജീനസ് സ്പോർസ് എന്ന് വിളിക്കുന്നത്. ദ സ്പൊറാഞ്ചിയ മേ ബി ടെർമിനൽ, ഇന്റർകലറി ഇൻ ദെയർ പൊസിഷൻ. ഒരു ഹൈഫയുടെ എൻഡിൽ ഡെവലപ്പ് ചെയ്യുന്നതാകാം, ഇടയിൽ ഡെവലപ്പ് ചെയ്യാം സ്പൊറാഞ്ചിയം. And the sporophore which bear sporangia on their apices are called sporangiophore. സ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്യുന്ന സ്പോറിനെ അല്ലെങ്കിൽ ആ സ്പോറോഫോറിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് സ്പൊറാഞ്ചിയോഫോർ. ഈ സ്പൊറാഞ്ചിയോഫോർ തന്നെ ബ്രാഞ്ച്ഡ് ആയിട്ടും ഉള്ളതുണ്ട്, അല്ലാതെയും ബ്രാഞ്ച്ഡ് അല്ലാത്തതും കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ സ്പൊറാഞ്ചിയത്തിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്പോർസിനെ, the spores produced inside the sporangia are called endospore or endogenous spore. അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്പോർസിനെ എൻഡോസ്പോർസ് അല്ലെങ്കിൽ എൻഡോജീനസ് സ്പോർസ് എന്നാണ് വിളിക്കുന്നത്. ദേ മേ ബി മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ. ഇനി ഈ എൻഡോജീനസ് സ്പോർസ് തന്നെ സ്പൊറാഞ്ചിയത്തിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്പോർ, അതുകൊണ്ട് അതിനെ നമ്മൾ എൻഡോജീനസ് സ്പോർ, ആ എൻഡോജീനസ് സ്പോർ സ്പൊറാഞ്ചിയോസ്പോർ. ആ സ്പൊറാഞ്ചിയോസ്പോർ മോട്ടൈലായിട്ടുള്ള സ്പൊറാഞ്ചിയോസ്പോറുമുണ്ട്, നോൺ മോട്ടൈലായിട്ടുള്ള സ്പൊറാഞ്ചിയോസ്പോറുമുണ്ട്. മോട്ടൈൽ സ്പോർസ് ആർ കോൾഡ് സൂസ്പോർസ് ആൻഡ് നോൺ മോട്ടൈൽ സ്പോർസ് ആർ കോൾഡ് എപ്ലാനോസ്പോർ. ഇപ്പോൾ സ്പൊറാഞ്ചിയോസ്പോർസ് മോട്ടൈലുമുണ്ട്, നോൺ മോട്ടൈലുമുണ്ട്. ഫ്ലജല്ലയാണ് അതിന് മോട്ടിലിറ്റി കൊടുക്കുന്ന സ്ട്രക്ചർ. മോട്ടൈലായിട്ടുള്ള സ്പോർസിനെ നമുക്ക് വിളിക്കാം സൂസ്പോർസ്, നോൺ മോട്ടൈലായിട്ടുള്ള സ്പോർസിനെ നമുക്ക് വിളിക്കാം എപ്ലാനോസ്പോർസ്. എപ്ലാനോസ്പോർസ്, സൂസ്പോർസ്. സൂസ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് സൂസ്പൊറാഞ്ചിയം. സൂസ്പോർസ് ഉണ്ടാകുന്ന സ്പൊറാഞ്ചിയത്തിനെ സൂസ്പൊറാഞ്ചിയ എന്ന് പറയാം. The protoplasm of the sporangium divides into
uninucleate or multinucleate protoplasmic bit, and each bit metamorphoses into a spore. ഇതിനകത്ത് സ്പൊറാഞ്ചിയത്തിനകത്ത് പ്രോട്ടോപ്ലാസം ഡിവൈഡ് ചെയ്ത് യൂണിന്യൂക്ലിയേറ്റ് അല്ലെങ്കിൽ മൾട്ടിന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള പ്രോട്ടോപ്ലാസ്മിക് ബിറ്റുകൾ ഉണ്ടാകുന്നു. ഈ ഓരോ ബിറ്റും മെറ്റമോർഫോസിസ് വഴി സ്പോറായിട്ട് മാറുകയും ചെയ്യുന്നു. സൂസ്പോസ് മോട്ടൈലായിട്ടുള്ള സ്പോസ് ആണ് സൂസ്പോസ്. ഈ എൻഡോജീനസ് ആയിട്ടുള്ള സൂസ്പോസ്, എൻഡോജീനസ് സ്പോസിനെ നമ്മൾ സ്പൊറാഞ്ചിയോസ്പോസ് എന്ന് പറയുമായിരുന്നു. അതിലെ മോട്ടൈലായിട്ടുള്ള സൂസ്പോസ്. അപ്പം മോട്ടിലിറ്റി കൊടുക്കുന്ന സ്ട്രക്ചർ ഞാൻ പറഞ്ഞു ഫ്ലജല്ലയാണെന്ന് പറഞ്ഞു. സോ ദി എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് സൂസ്പോസ് ആർ യൂണി ഓർ ബൈ ഫ്ലജല്ലേറ്റ്. അപ്പം ഫ്ലജല്ലയാണ് അതിന് മോട്ടിലിറ്റി കൊടുക്കുന്ന സ്ട്രക്ചർ. ആ ഫ്ലജല്ലം സിംഗിൾ ഫ്ലജല്ലം ഉള്ളതുമുണ്ട്, 2 ഫ്ലജല്ലം ഉള്ളതുമുണ്ട്. പിന്നെ ഈച്ച് സ്പോർ ഈസ് വിത്തൗട്ട് എനി സെൽ വോൾ, യൂണിന്യൂക്ലിയേറ്റ് ആൻഡ് വാക്യുലേറ്റ്. നമ്മളൊരു സൂസ്പോറിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സെൽ വോൾ ഉണ്ടാകത്തില്ല, സിംഗിൾ ന്യൂക്ലിയസ് ആയിരിക്കും, വാക്യൂള് പ്രസന്റ് ആയിരിക്കും. ആൻഡ് ദേ ക്യാൻ മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ഫ്ലജല്ല. ഫ്ലജല്ല ഉപയോഗിച്ച് അവർ മൂവ് ചെയ്യുന്നുണ്ട്. ദേ ആർ യൂഷ്വലി കിഡ്നി ഷേപ്ഡ് ഓർ റെനിഫോം ഷേപ്പ്, and the flagella are inserted posteriorly or laterally. അപ്പോൾ കിഡ്നി ഷേപ്ഡ് ആയിട്ടുള്ള അതിൽ ഫ്ലജല്ല ഒന്നെങ്കിൽ പോസ്റ്റീരിയർ ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ലാറ്ററൽ ആയിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. സൂസ്പോസ് കാണുന്ന ഫംഗസിന് എക്സാമ്പിൾസ് ആണ് ആൽബുഗോ, പൈത്യം, ഫൈറ്റോഫ്തോറ ആൻഡ് മെനി അതർ ലോവർ ഫഞ്ചൈ. ഇതൊക്കെ പ്ലാൻ പാരസൈറ്റിക് ആയിട്ടുള്ള ഫഞ്ചൈക്ക് എക്സാമ്പിൾ ആണ്. പ്ലാന്റ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഫംഗസിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ കാറ്റഗറിയാണ് എ പ്ലാനോസ്പോസ്. നോൺ മോട്ടൈൽ ആയിട്ടുള്ള പിന്നെ സ്പൊറാഞ്ചിയോസ്പോസിനെ പറയുന്ന പേരാണ് എ പ്ലാനോസ്പോസ്. ദേ ആർ നോൺ മോട്ടൈൽ വിത്തൗട്ട് ഫ്ലജല്ല ആൻഡ് ഫോംഡ് ഇൻസൈഡ് സ്പൊറാഞ്ചിയ, ആൻഡ് ദേ മേ ബി യൂണി ഓർ മൾട്ടിന്യൂക്ലിയേറ്റ്. മറ്റിടത്ത് നമ്മൾ പറഞ്ഞു യൂണിന്യൂക്ലിയേറ്റഡ് ആണെന്ന് പറഞ്ഞു. ഇത് യൂണിന്യൂക്ലിയേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് മൾട്ടിന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട്. എ പ്ലാനോസ്പോസ് കാണുന്ന ഫംഗസിന് എക്സാമ്പിൾസ് ആണ് മ്യൂക്കർ, റൈസോപ്പസ്. സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഫംഗസ് വരുന്നതൊക്കെ എ പ്ലാനോസ്പോസ് പ്രസന്റ് ആയിട്ടുള്ളതാണ്. ദീസ് സ്പോസ് ലാക്ക് വാക്യൂൾ. മറ്റിടത്ത് വാക്യൂൾ ഉണ്ടായിരുന്നു, ഇവിടെ വാക്യൂൾ ഇല്ല. ആൻഡ് ദേ പൊസസ് 2 ലെയേർഡ് സെൽ വോൾ. ഇവിടെ സെൽ വോൾ ഇല്ല, ഇവിടെ സെൽ വോൾ പ്രസന്റ് ആണ്. ദ ഔട്ടർ തിക്ക് ലെയർ ഈസ്, ഇപ്പം 2 ലെയേർഡ് സെൽ വോൾ ആണ്. ഔട്ടർ ലെയറിനെ നമ്മൾ എപ്പിസ്പോർ എന്ന് വിളിക്കും അല്ലെങ്കിൽ എക്സോസ്പോർ എന്ന് വിളിക്കും, വിച്ച് മേ ബി ഓർണമെന്റഡ് ഇൻ മെനി കേസസ്. ദ ഇന്നർ ലെയർ ഈസ് കോൾഡ് എൻഡോസ്പോർ. അപ്പോൾ 2 ലെയേർഡ് ആയിട്ടുള്ള സെൽ വോൾ ഉണ്ട്. ആ ഡബിൾ ലെയേർഡിൽ ഔട്ടർ ലെയറിനെ എപ്പിസ്പോർ അല്ലെങ്കിൽ എക്സോസ്പോർ എന്ന് പറയാം, ഇന്നർ ലെയറിനെ എൻഡോസ്പോർ എന്നും വിളിക്കാം. ഓക്കെ, അടുത്തത് എക്സോജീനസ് സ്പോസ്. അപ്പം എസെക്ഷൽ സ്പോസ് 2 ടൈപ്പിലായിരുന്നു, അല്ലെങ്കിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് മെയിൻലി ബൈ സ്പോർ. ആ സ്പോസ് 2 ടൈപ്പിലായിരുന്നു നമ്മൾ പറഞ്ഞത്. എൻഡോജീനസ് സ്പോസും എക്സോജീനസ് സ്പോസും. എൻഡോജീനസ് സ്പോർ തന്നെ, എൻഡോജീനസ് സ്പോർ എന്ന് പറയുന്നത് അത് സ്പൊറാഞ്ചിയത്തിനുള്ളിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, മോട്ടൈലായിട്ടുള്ള സൂസ്പോസും നോൺ മോട്ടൈലായിട്ടുള്ള എ പ്ലാനോസ്പോസും. ഇനി എക്സോജീനസ് സ്പോസ് നോക്കിക്കഴിഞ്ഞാൽ എക്സോജീനസ് സ്പോസ് ആർ പ്രൊഡ്യൂസിങ് externally or exogenously are either called exogenous spore or conidia. അപ്പോൾ എക്സോജീനസ് സ്പോറിന് വിളിക്കുന്ന പേരാണ് കൊണീഡിയ. എക്സോജീനസ് ആയിട്ട്, എക്സ്റ്റേണൽ ആയിട്ടാണ് അവർ പ്രൊഡ്യൂസ് ആകുന്നത്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് എക്സ്റ്റേണലി ഓൺ ദ ബ്രാഞ്ച്ഡ് ഓർ അൺബ്രാഞ്ച്ഡ് കൊണീഡിയോഫോർ. അപ്പോൾ കൊണീഡിയ കാണപ്പെടുന്ന ഹൈഫേ ആണ് കൊണീഡിയോഫോർ. The conidiophore may be septate or aseptate. Conidiophore septate ആയിട്ടുള്ളതുമുണ്ട്, aseptate ആയിട്ടുള്ളതുമുണ്ട്. The conidia borne upon the terminal apices of the conidiophore are the ends of the branches of the conidiophore. പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണീഡിയ ആർ ബോൺ ഓൺ ദ ടെർമിനൽ അപ്പിസസ് ഓഫ് ദ കൊണീഡിയോഫോർ. കൊണീഡിയോഫോറിൻ്റെ ടെർമിനലി പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രാഞ്ചസിൽ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ കൊണീഡിയ ഡെവലപ്പ് ചെയ്യാം. ഇനി ഈ കൊണീഡിയ മേ ബി പ്രൊഡ്യൂസ്ഡ് സിംഗിളി ഓൺ ഈച്ച് സ്റ്റെറിഗ്മ ഓർ ഇൻ ചെയിൻസ്.
ചിലത് സിംഗിളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുണ്ട്, ചെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുണ്ട്. ഇനി ഈ ചെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മളൊരു ഫംഗസിനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത് ആസ്പെർജില്ലസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണിത്. ഈ ആസ്പെർജില്ലസിൽ ഇതൊരു വെസിക്കിളാണ്. ഈ വെസിക്കിളിൻ്റെ മുകളിൽ ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്. അതിനെ സ്റ്റെറിക്മ എന്ന് വിളിക്കും, അല്ലെ സ്റ്റെറിക്മേറ്റ എന്ന് വിളിക്കും. ഇതേൽ ചെയിനായിട്ടാണ് കൊണീഡിയ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ചെയിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഈ പെനിസിലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസ്, ആ പെനിസിലിയം നോക്കിക്കഴിഞ്ഞാലും ചെയിനായിട്ടാണ് കൊണീഡിയ കാണപ്പെടുന്നത്. ഇങ്ങനെ ചെയിനായിട്ട് കാണപ്പെടുന്ന കൊണീഡിയ രണ്ട് തരത്തിലുള്ള ചെയിൻ അറേഞ്ച്മെന്റ് ഉണ്ട്. ബേസിപെറ്റൽ അറേഞ്ച്മെന്റും ഉണ്ട്, അക്രോപെറ്റൽ അറേഞ്ച്മെന്റും ഉണ്ട്. ഇവിടെ ചെയിൻ കൊണീഡിയ വരച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ചെറുത്, അതിൻ്റെ വലുത്, വലുത്, അതിൻ്റെ വലുത്, അങ്ങനെ പോകും. അപ്പം യങ്ങർ കൊണീഡിയം അറ്റ് ദ ബേസ് ആൻഡ് ഓൾഡർ കൊണീഡിയം അറ്റ് ദ ടോപ്പ്, ആ അറേഞ്ച്മെന്റിനെയാണ് ബേസിപെറ്റൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? യങ്ങർ കൊണീഡിയം അറ്റ് ദ ബേസ് and older conidium at the top, that is basipetal arrangement. അടുത്തതാണ് acropetal arrangement. basipetalന്റെ നേരെ തിരിച്ചുള്ളത്. younger conidium at the base and older conidium at the top. അങ്ങനെ വരുന്ന younger conidium at the top and older conidium at the base. അങ്ങനെ വരുന്ന ടൈപ്പ് അറേഞ്ച്മെന്റിനെയാണ് ഇതിൻ്റെ നേരെ തിരിച്ചുള്ള. ഇവിടെ ചെറുത് താഴെയും വലുത് മുകളിലുമാണ് വന്നിരിക്കുന്നത്. മറ്റത് ചെറുത് ഏറ്റവും മുകളിലും വലുത് ഏറ്റവും താഴെയും വരും. അങ്ങനെയുള്ള ടൈപ്പ് അറേഞ്ച്മെന്റിനെയാണ് അക്രോപെറ്റൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ അക്രോപെറ്റൽ അറേഞ്ച്മെന്റ് കാണുന്ന ഒരു ഫംഗസിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നതാണ് ഓൾട്ടർനേറിയ. അക്രോപെറ്റൽ അറേഞ്ച്മെന്റ്, ചെയിൻ അറേഞ്ച്മെന്റ് കാണുന്ന ഒരു ഫംഗസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ അങ്ങനെ കൊണീഡിയ സിംഗിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യാം, ചെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ആ ചെയിൻ അറേഞ്ച്മെന്റ് തന്നെ നമ്മൾ രണ്ട് ടൈപ്പിൽ പഠിച്ചു. ബേസിപെറ്റൽ അറേഞ്ച്മെന്റും അക്രോപെറ്റൽ അറേഞ്ച്മെന്റും ഉണ്ട്. They may be uninuclear or unicellular or multicellular, uninucleate or multinucleate. ഇനി ഈ കൊണീഡിയ തന്നെ യൂണിസെല്ലുലാർ ആയിട്ടുള്ളതുമുണ്ട്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളതുമുണ്ട്. സെല്ലുലാർ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും മൈക്രോ കൊണീഡിയ എന്ന് വിളിക്കും. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും മാക്രോ കൊണീഡിയ എന്ന് വിളിക്കും. Different genera may be recognized only by the presence of various shaped and various colored conidia. ഇനി ഇതിൻ്റെ കളറ് പല സൈസിലുള്ളതുണ്ട്. ഞാൻ പറഞ്ഞു യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ, യൂണിന്യൂക്ലിയേറ്റ്, മൾട്ടി ന്യൂക്ലിയേറ്റ്. ഇതിൻ്റെ സൈസ് വ്യത്യാസമാണ്, ഷേപ്പ് വ്യത്യാസമാണ്, അതുപോലെ തന്നെ കളറും വ്യത്യാസമാണ്. ഓരോ ടൈപ്പ് ഫംഗസും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആസ്പെർജില്ലസ് നൈജർ ഒരു ഫംഗസിന് എക്സാമ്പിളാണ്. അതിൻ്റെ കൊണീഡിയ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് കളറായിരിക്കും. പെനിസിലിയത്തിൻ്റെ കൊണീഡിയയുടെ കളർ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂയിഷ് ഗ്രീൻ കളറായിരിക്കും. അങ്ങനെ they will be variously colored. The conidia of fungi imperfectae are multicellular and variously shaped, whereas the conidia of Aspergillus and Penicillium are smoky green colored and the fungi are called blue green mold. ഇതിനെ നമ്മൾ ഈ പെനിസിലിയം, ആസ്പെർജില്ലസ് ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ബ്ലൂ ഗ്രീൻ മോൾഡ് എന്നാണ് വിളിക്കുന്നത്. ആസ്പെർജില്ലസിൻ്റെ രണ്ട് സ്പീഷീസ് ഉണ്ട്, ആസ്പെർജില്ലസ് ഫ്ലേവസ് ആൻഡ് ആസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസ്. ഇതിൻ്റെയൊക്കെ കളറ് ഒരു ബ്ലൂയിഷ് ഗ്രീൻ, യെല്ലോയിഷ് ഗ്രീൻ ഇങ്ങനെയുള്ള കളറിലുള്ള ഇതാണ്. അപ്പം അതുപോലെ തന്നെ പെനിസിലിയത്തിൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാലും ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് ഫഞ്ചൈയെ അതുകൊണ്ട് തന്നെ ബ്ലൂ ഗ്രീൻ മോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് ബ്ലൂ ഗ്രീൻ മോൾഡ് എക്സാമ്പിൾസ് പറയാവുന്നതാണ്. ആസ്പെർജില്ലസ് സ്പീഷീസ്, പെനിസിലിയൻ സ്പീഷീസ്, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പം 3 ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അതിൽ തന്നെ പല ടൈപ്സ് പറഞ്ഞു. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെയിൻലി ബൈ സ്പോസ്, അത് 2 ടൈപ്പിലുള്ള സ്പോസ്, എൻഡോജീനസ് സ്പോസ്, എക്സോജീനസ് സ്പോസ്. Then next is sexual reproduction. A large number of fungi reproduce sexually. However, members of the fungi imperfectae
or deuteromycetes lack sexual reproduction. അപ്പം നമ്മൾ ഫംഗൽ ക്ലാസിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 4 ഫൈലമാണ് മൊത്തത്തിലുള്ളത്. ആ 4 ഫൈലത്തിൽ 3 ഫൈലവും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉള്ളതാണ്. ഒരു ഫൈലം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആയിട്ടുള്ളതാണ്. അത് ആബ്സെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫഞ്ചൈ ഇംപെർഫെക്റ്റെ അല്ലെങ്കിൽ ഡ്യൂട്ടിറോമൈക്കോട്ട എന്ന് നമ്മൾ വിളിക്കുന്നത്. ഡ്യൂട്ടിറോമൈസീറ്റ്സ് അതിൻ്റെ ക്ലാസ് വരുമ്പോഴത്തേക്ക് ഡ്യൂട്ടിറോമൈസീറ്റ്സ്. Usually 2 phases are found in the life cycle of the plants, and these phases are called haploid and diploid phases respectively. ഇനി എന്താണ് haploid phase എന്ന് പറഞ്ഞാൽ? Haploid phase possesses n number of chromosomes. n number of chromosomes ഉള്ളതിനെ haploid phase എന്ന് പറയാം. 2n number of chromosomes ഉള്ളതിനെ നമുക്ക് diploid phase എന്നും പറയാം. അതിൽ ദ ഗമീറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്, ഗമീറ്റ്സ് ഉണ്ട്, ഗാമറ്റാൻജിയം ഉണ്ട്, അതിൻ്റെ ഫ്യൂഷൻ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗമീറ്റ്സ് എപ്പോഴും ഹാപ്ലോയിഡ് ആണ്. ആൻഡ് ബൈ സെക്ഷുവൽ ഫ്യൂഷൻ ഒരു മെയിൽ ഗമീറ്റും ഒരു ഫീമെയിൽ ഗമീറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിപ്ലോയിഡ് 2n നമ്പർ സെക്ഷുവൽ സ്പോസ് അവിടെ ഫോം ചെയ്യും. അപ്പോൾ ഗമീറ്റ്സ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. അത് മെയിലും ഫീമെയിലും കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് ഡിപ്ലോയിഡ് സ്പോർ അവിടെ ഫോം ചെയ്യുന്നു. such as സൈഗോസ്പോർ, ഊസ്പോസ് എക്സെട്ര. നമുക്ക് സെക്ഷുവൽ സ്പോസ് എന്ന് പറയുന്നതിന് സെക്ഷുവൽ സ്പോസിന് എക്സാമ്പിൾസ് ആണ് സൈഗോസ്പോസ്, ഊസ്പോസ് ഒക്കെ. ഇപ്പോൾ ഇവിടെ നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് പറയുന്നത്. നേരത്തെ നമ്മൾ എസെക്ഷുവൽ റീപ്രൊഡക്ഷനിലാണ് നമ്മൾ സ്പൊറാഞ്ചിയോസ്പോറും പിന്നെ കൊണീഡിയോസ്പോറും ഒക്കെ നമ്മൾ പറഞ്ഞത്. ഇത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷുവൽ സ്പോസിന് എക്സാമ്പിൾസ് ആണ് സൈഗോസ്പോസ്, ഊസ്പോസ് ഒക്കെ. ഇതിനകത്തൊക്കെ 2n number of chromosomes കാണപ്പെടുന്നത്. To bring haploid phase once again in the cycle, the reduction division meiosis takes place and the number of chromosomes become half. അപ്പോൾ അത് വീണ്ടും മിയോസിസ് നടന്നിട്ട് അതിൻ്റെ ലൈഫ് സൈക്കിളിൽ വീണ്ടും മയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് chromosomes അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ. The gametes taking part in sexual fusion may be morphologically or physiologically different. Such 2 gametes taking place in fusion of opposite sexes or strains can be called male and female. അപ്പോൾ ഫംഗസിൻ്റെ മിക്കവാറും ഫംഗസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും there is distinction between male and female. And male and female sex organs or plus or minus strain എന്ന് നമുക്ക് വിളിക്കാം. ഇനിയും രണ്ടും ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ when both the sex organs or strains occur on the same mycelium, the fungus is said to be monoecious or homothallic. രണ്ടും ഒരേ ഇതിൽ തന്നെ ഒക്കർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, മെയിലും ഫീമെയിലും ഒരേ ഇതിൽ തന്നെ ഒരു താലസിൽ തന്നെ ഒക്കർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹോമോതാലിക്. ഇനി രണ്ടും 2 താലസിലാണ് ഒക്കർ ചെയ്യുന്നത്, 2 സെപ്പറേറ്റ് താലസിലാണ് മെയിലും ഫീമെയിലും ഒക്കർ ചെയ്യുന്നതെങ്കിൽ ദേ ആർ കോൾഡ് ഡയേഷ്യസ് ഓർ ഹെട്രോതാലിക്. The gametes taking part in fusion are usually formed in the cells of sacs called gametangia. അപ്പോൾ ഇവിടെ മെയിൽ ഫീമെയിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അപ്പം the sex cells are called gametangia and they produce gametes, മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. ഇത് രണ്ടും ഈ മെയിലും ഫീമെയിലും ഒരേപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഐസോഗമീറ്റ്സ് എന്ന് നമ്മൾ പറയും. ഐസോഗമീറ്റ്സ്. ഇത് രണ്ടും 2 ഡിഫറെൻ്റ് ആയിട്ട് മെയിൽ ഫീമെയിൽ ഡിസ്റ്റിങ്ഷൻ ഉള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹെട്രോഗമീറ്റ്സ് എന്നും പറയും. ഇനി അങ്ങനെയുള്ള കേസിൽ ഇൻ സച്ച് കേസസ് ഇതിലെ മെയിൽ ഗമീറ്റ്സിനെ നമ്മൾ ആന്ത്രോസുവോയിഡ്സ് എന്ന് പറയും. ഫീമെയിൽ ഗമീറ്റ്സിനെ നമ്മൾ എഗ് എന്നും വിളിക്കും. മെയിൽ ഗമീറ്റ്സ് ആർ നോൺ ആസ് ആന്ത്രോസുവോയിഡ്സ് ആൻഡ് ഫീമെയിൽസ് ആർ കോൾഡ് എഗ്.
And the fusion of the gametes plasma of the fusion of the plasma of the gametes is known as plasmogamy, which is followed by nuclear fusion karyogamy, and the whole process is called fertilization. The sexual reproduction നമ്മൾ നോക്കി കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് 3 പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. ഫസ്റ്റ് പ്ലാസ്മോഗമി. പ്ലാസ്മോഗമിക്കകത്ത് ഗമീറ്റ്സിന്റെ പ്ലാസ്മ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു, and that is followed by karyogamy, which involves the fusion of the nucleus, and that is followed by meiosis, here crossing over and random assortment of chromosomes idakka nadakkunnu and forms the sexually different organisms. The mycelium having such pair of nuclei is called dikaryotic mycelium. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ തന്നെ പല തരത്തിലുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇതാണ് പ്ലാനോഗാമറ്റിക് copulation. Planogametic copulation. This type of sexual reproduction involves the fusion of two naked gametes, one or both of them are motile. Motile gametes ne vilikkunna perana പ്ലാനോഗമീറ്റ്സ്. രണ്ട് ഗമീറ്റ്സ് തമ്മിലുള്ള ഫ്യൂഷൻ, അതിനാണ് പ്ലാനോഗമീറ്റിക് കോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത ആ ഗമീറ്റ്സിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടും മോട്ടൈലായിരിക്കും. അങ്ങനെയുള്ള മോട്ടൈൽ ഗമീറ്റ്സിനെ പറയുന്ന പേരാണ് പ്ലാനോഗമീറ്റ്സ്. അത് കാണുന്ന അങ്ങനെയുള്ള ഗമീറ്റ്സ് കാണുന്നതിന് എക്സാമ്പിൾ ആണ് സിങ്ട്രിയം, പ്ലാസ്മോഡിയോഫോറ. കൂടുതലും ലോവർ പ്രിമിറ്റീവ് ഫഞ്ചൈലൊക്കെയാണ് ഈ ടൈപ്പ് ഓഫ് കോപ്പുലേഷൻ, ഈ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ഗാമറ്റാൻജിയൽ കോണ്ടാക്ട്. This method of reproduction is found in many lower fungi like phycomycetes. സിങ്ട്രിയത്തിലൊക്കെ കാണുന്നതായിരുന്നു പ്ലാനോഗാമറ്റിക് പ്രിമിറ്റീവ് ഫഞ്ചൈലൊക്കെ കാണുന്നത്. ലോവർ ഫഞ്ചൈലൊക്കെ കാണുന്നത് ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഫൈക്കോമൈസീറ്റ്സിലൊക്കെ കാണുന്ന ടൈപ്പാണ് ഗാമറ്റാൻജിയൽ കോണ്ടാക്ട്. In this method, two gametangia of the opposite sex, the two gametangia are called oogonium and antheridium. Oogonium ആണ് ഫീമെയിൽ ആയിട്ടുള്ളത്. മെയിൽ ഗാമറ്റാൻജിയത്തിനെ വിളിക്കുന്ന പേരാണ് ആന്ത്രീഡിയം. ആന്ത്രീഡിയത്തിൽ നിന്ന് ആന്ത്രോസുവോയിഡ്സ് ഉണ്ടാകുന്നു. ഊഗോണിയത്തിൽ നിന്ന് ഊസ്പോസ് അല്ലെങ്കിൽ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ ഗാമറ്റാൻജിയൽ കോണ്ടാക്റ്റിൽ ഈ രണ്ട് ഗാമറ്റാൻജിയം ഏതൊക്കെയാണ്? രണ്ട് ഗാമറ്റാൻജിയം, ആന്ത്രീഡിയവും ഊഗോണിയവും. They come in contact and one or more gamete nuclei migrate from the male gametangium to the female gametangium. ഇതിനകത്ത് മെയിൽ ഗാമറ്റാൻജിയത്തിൽ നിന്ന് അതിൻ്റെ ന്യൂക്ലിയസ് ഫീമെയിൽ ഗാമറ്റാൻജിയത്തിനകത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യും. ഇൻ നോ കേസ് ദ ഗാമറ്റാൻജിയ ആക്ച്വലി ഫ്യൂസ്. ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള ഫ്യൂഷൻ ഉണ്ടാകുന്നില്ല. മെയിലിൽ നിന്ന് അതിൻ്റെ ന്യൂക്ലിയസ് ഫീമെയിലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, ബട്ട് ദേ ഡു നോട്ട് ഫ്യൂസ് ടുഗദർ. ദ മെയിൽ ന്യൂക്ലിയൈ ഇൻ സം സ്പീഷീസ് എൻ്റർ ദ ഫീമെയിൽ ഗാമറ്റാൻജിയ ത്രൂ എ പോർ ഡെവലപ്ഡ് ബൈ ദ ഡെസല്യൂഷൻ ഓഫ് ദ വോൾ ഓർ ബൈ ദ ഫെർട്ടിലൈസേഷൻ. അപ്പം മെയിലിൽ നിന്ന് ഫീമെയിലിലേക്ക് ഇത് മൂവ് ചെയ്യണം. അത് ഒന്നെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു പോറിൽ കൂടിയാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫെർട്ടിലൈസേഷൻ ട്യൂബ് ഉണ്ടാകും. ആ ട്യൂബിൽ കൂടെ മെയിലിൽ നിന്ന് ഫീമെയിലിലേക്ക് അത് എൻറ്റർ ചെയ്യുന്നു. അടുത്ത നെക്സ്റ്റ് ഗാമറ്റാൻജിയൽ കോപ്പുലേഷൻ. ഈ കേസിൽ in this method of sexual reproduction, the fusion of the entire content of the two contacting compatible gametangia. മറ്റടുത്ത് രണ്ടും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നില്ലായിരുന്നു. ഇവിടെ ഈ രണ്ട് ഇത് തമ്മിൽ ഗാമറ്റാൻജിയം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അത് കാണുന്നതിന് എക്സാമ്പിൾ ആണ് മ്യൂക്കർ, റൈസോപ്പസ്, എൻഡമോഫ്തോറ. അതെല്ലാം കാണുന്നതിന് എക്സാമ്പിൾസ്. Then spermatization, the sexual reproduction in neurospora of class ascomycetes. Ascomycetes ക്ലാസ്സിൽ വരുന്ന ന്യൂറോസ്പോറയിൽ കാണുന്ന റീപ്രൊഡക്ഷൻ ആണ് spermatization. And the other fungi takes place by means of this method. The minute uninucleate spore-like male structures are called spermatia. ഇവിടെ ഈ ഗ്രൂപ്പ് ഓഫ് ഫഞ്ചൈല്
ഇതിനെ വിളിക്കുന്ന പേര് തന്നെ, മെയിൽ സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന, സ്പോർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേര് തന്നെ സ്പെർമേഷ്യ എന്നാണ്. ആൻഡ് ദേ മേ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ സെവറൽ വേസ്. ദ സ്പെർമേഷ്യ ആർ ക്യാരിഡ് ഔട്ട് ബൈ ഔട്ടർ ഏജൻസീസ് ടു ദ റിസപ്റ്റീവ് ഹൈഫേ ഓഫ് ഫീമെയിൽ ഗ്യാമറ്റാൻജിയ ടു വിച്ച് ബിക്കം ദേ അറ്റാച്ച്ഡ്. അപ്പം മെയിലിൽ നിന്ന് ഫീമെയിൽ ഒരു ഔട്ടർ ഏജൻസി, വിൻഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ഏജൻസി വഴി മെയിലിലേക്ക് വരുന്നു, അവിടെ അത് അറ്റാച്ച്ഡ് ആകുന്നു. A pore develop at the wall of the contact and the content of the spermatium passes into the. അവിടെ ഒരു ഫീമെയിലിന്റെ ഇതിലൊരു പോർ ഉണ്ടാകുന്നു, ആ പോറിൽ കൂടെ മെയിലിന്റെ കണ്ടന്റ് ഫീമെയിലിനകത്തോട്ട് എൻട്രി ചെയ്യുന്നു. And the last type of reproduction is somatogamy. Here the sex organs are not produced and somatic cells takes place. ഇവിടെ somatic cells ന്റെ ഫ്യൂഷൻ ആണ് നടക്കുന്നത്. അങ്ങനെയുള്ള ടൈപ്പ് റീപ്രൊഡക്ഷനെയാണ് സൊമാറ്റോഗമി എന്ന് പറയുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ ഫഞ്ചൈ 3 ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണുള്ളത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, asexual reproduction and sexual reproduction. The next about the classification of fungi. ഫഞ്ചൈ നമുക്ക് പല രീതിയിൽ അതിൻ്റെ മോർഫോളജി വെച്ചിട്ടും ഒക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ ആണ് ഫഞ്ചൈയുടെ. അതിൻ്റെ ദ സിസ്റ്റമാറ്റിക് classification is mainly based on the sexual reproduction, and based on the sexual reproduction or the sexual spores. അപ്പം സെക്ഷുവൽ സ്പോസിൻ്റെ ബേസിലാണ് ഈ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. സെക്ഷുവൽ സ്പോസിൻ്റെ ബേസിൽ ഫഞ്ചൈയെ നമുക്ക് 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 4 ഫൈലമായിട്ട് ഡിവൈഡ് ചെയ്യാം. സൈഗോമൈസീഡ്സ്, ആസ്കോമൈസീഡ്സ്, ബസീഡിയോമൈസീഡ്സ്, ഡ്യൂട്ടിറോമൈസീഡ്സ്. ഇനി മെയിനായിട്ടും 4 തരത്തിലുള്ള സെക്ഷുവൽ സ്പോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ 4 തരത്തിലുള്ള സെക്ഷുവൽ സ്പോസ് ആണ് സൈഗോസ്പോർ, ആസ്കോസ്പോർ, ബസീഡിയോസ്പോർ ആൻഡ് ഊസ്പോർ. സൈഗോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് എല്ലാമാണ് സൈഗോമൈസീഡ്സ് എന്ന് പറയുന്നത്. ആസ്കോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ആസ്കോമൈസീഡ്സ്. ബസീഡിയോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ബസീഡിയോമൈസീഡ്സ്. ഇനി ഒരു ഗ്രൂപ്പും കൂടി പറയുന്നുണ്ട്, ഡ്യൂട്ടിറോമൈസീഡ്സ് അല്ലെങ്കിൽ ഫഞ്ചൈ ഇംപെർഫെക്റ്റ്. ആ ഗ്രൂപ്പിൽ ഒൺലി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആയിട്ട് വരുന്ന the only one and only fungi is deuteromycetes. Okay, സൈഗോമൈസീഡ്സ് ലോവർ ഫഞ്ചൈ ആണ്. ബ്രോഡ് നോൺ സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫയാണ്. ഇതിന്റെ ഹൈഫയുടെ പ്രത്യേകത ഏതാണ്? നോൺ സെപ്റ്റേറ്റ് ആയിട്ട്. നമ്മൾ ഹൈഫെ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു 2 തരത്തിലുള്ള ഹൈഫയുണ്ട്, ക്രോസ് വോൾ ഉള്ളതും ക്രോസ് വോൾ ഇല്ലാത്തതും. അതിൽ ക്രോസ് വോൾ ഇല്ലാത്ത ഹൈഫയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതിനകത്ത് എസെക്ഷുവൽ സ്പോസ്, സൈഗോമൈസീഡ്സ് എന്ന ഗ്രൂപ്പിനകത്ത് എസെക്ഷുവൽ സ്പോസ് സ്പൊറാഞ്ചിയോസ്പോസ് ആയിരിക്കും. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുന്നതെങ്കിലും അതിനകത്ത് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എസെക്ഷുവൽ സ്പോസ് സ്പൊറാഞ്ചിയോസ്പോസ് ആണ്. പ്രസന്റ് വിത്തിൻ സോളൻ സാക്ക് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സ്പൊറാഞ്ചിയം. ഈ കാണിച്ചിരിക്കുന്നത് ആ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഫംഗസിന്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഈ വരച്ചിരിക്കുന്നതാണ് സ്പൊറാഞ്ചിയം. ഈ സ്പൊറാഞ്ചിയത്തിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡിവിഡ്വൽ ആയിട്ടുള്ള സിംഗിൾ സെൽഡ് ആയിട്ടുള്ള സ്പോസിനെയാണ് സ്പൊറാഞ്ചിയോസ്പോസ് എന്ന് വിളിക്കുന്നത്. ഇതൊരു സ്പൊറാഞ്ചിയം. ഇതിനകത്ത് കാണുന്നത് സ്പൊറാഞ്ചിയോസ്പോർ. പിന്നെ ഇതേന്നൊരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അത് കോളുമല്ല. ഈ സ്പൊറാഞ്ചിയോസ്പോർ ബെയർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പൊറാഞ്ചിയം ബെയർ ചെയ്യുന്ന ഈ ഹൈഫയാണ് നമ്മൾ സ്പൊറാഞ്ചിയോ 4 എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ കാണിച്ചിരിക്കുന്നത് റൂട്ട് ലൈക്ക് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് റൈസോയിഡ്സ്. ഇത് റൈസോപ്പസ് അല്ലെങ്കിൽ ബ്രെഡ് മോൾഡ് എന്നറിയപ്പെടുന്ന ഫംഗസിന് എക്സാമ്പിൾ ആണ്. ഇതിനകത്ത് സെക്ഷുവൽ സ്പോസ്, ഇതിനകത്ത് സെക്ഷുവൽ സ്പോസ് ആണ് സൈഗോസ്പോർ. അപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഇതിനകത്ത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ബേസിലാണ് നമ്മൾ
ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ സൈഗോസ്പോർ ഉള്ളത് സൈഗോമൈസീഡ്സ്. അപ്പോൾ സൈഗോസ്പോർ ആണ് ഇതിനകത്ത് സ്പോർ, വിച്ച് ഈസ് എ റെസ്റ്റിംഗ് തിക്ക് വോൾഡ് സെൽ ഇൻ ബിറ്റ്വീൻ ഹൈഫേ. ഇതാ ഈ കാണിച്ചിരിക്കുന്നത് ഇതാണ് ഒരു സൈഗോസ്പോറിന് എക്സാമ്പിൾ ആണ്, തിക്ക് വോൾഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. റൈസോപ്പസ് മ്യൂക്കർ, റൈസോപ്പസ് മ്യൂക്കറിനെയൊക്കെ നമ്മൾ ബ്രെഡ് മോൾഡ്, ബ്രെഡിൽ പൂപ്പൽ ഉണ്ടാക്കുന്ന ടൈപ്പ് ഫംഗസ് ആണ് ഈ റൈസോപ്പസും മ്യൂക്കറും ഒക്കെ. അതൊക്കെ ഈ ഗ്രൂപ്പിൽ വരുന്ന ഫംഗസിന് എക്സാമ്പിൾ ആണ്. അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പാണ് ആസ്കോമൈസീഡ്സ്. Ascomycetes includes both yeast and filamentous fungi. Ascomycetesനകത്ത് ഈസ്റ്റും വരുന്നുണ്ട്, ഫിലമെന്റസ് ഫംജൈ മോൾഡും വരുന്നുണ്ട്. ഇതിൻ്റെ ഹൈഫയുടെ പ്രത്യേകത നാരോ ആയിട്ട് സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫയാണ് ഇതിൻ്റെ പ്രത്യേകത. ആദ്യം പഠിച്ചത് സൈഗോമൈസീഡ്സ്, അതിൻ്റെ എസെപ്റ്റേറ്റ് ആയിട്ടുള്ളത്. ഇത് സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫയാണ്. എസെക്ഷുവൽ സ്പോർസ് ആർ കോൾഡ് കൊണീഡിയ ബോൺ ഓൺ കൊണീഡിയോഫോർ. ഇതിനകത്ത് എസെക്ഷുവൽ സ്പോർസ് കൊണീഡിയ. സൈഗോമൈസീഡ്സിലെ എസെക്ഷുവൽ സ്പോർസിന്റെ പേര് സ്പൊറാഞ്ചിയോസ്പോസ്, ഇതിന്റെ പേര് കൊണീഡിയ. കൊണീഡിയ ഉണ്ടാകുന്ന ഹൈഫയെ വിളിക്കുന്ന പേരാണ് കൊണീഡിയോഫോർ. ഇതിനകത്ത് സെക്ഷുവൽ സ്പോർസിന്റെ പേരാണ് ആസ്കോസ്പോസ്. ആസ്കോസ്പോസ് എന്നാണ് ഇതിനകത്തെ സെക്ഷുവൽ സ്പോർസ്, ആസ്കോസ്പോസ്. അതുകൊണ്ടാണ് ആസ്കോമൈസീഡ്സ്. They are present within sac-like structure called ascus. Ascusനകത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. Several asci may be seen within fruiting body, are seen in Penicillium, Aspergillus, etc. പെൻസിലിയം ആസ്പെർജില്ലസിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. ഇനി ഒരു ആസ്കസിനകത്ത്, നമ്മളൊരു ആസ്കസ് വരച്ചാൽ ഇതേപോലെയാണ് നമ്മളൊരു ആസ്കസ് വരയ്ക്കുന്നത്. ആ ആസ്കസിനകത്ത് ഒരു ആസ്കസിനകത്ത് 4 to 8 ആസ്കോസ്പോർസ്. ഇതാണ് ആസ്കോസ്പോർ എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്ഷൽ ഫ്യൂഷൻ നടക്കുമ്പം ഒരു ആസ്കസ് ഡെവലപ്പ് ചെയ്യും, ആ ആസ്കസിനകത്ത് ആസ്കോസ്പോർ. അപ്പം ആസ്കസ്, അതിനകത്ത് ആസ്കോസ്പോർ. അങ്ങനെ ഒരു ആസ്കസിനകത്ത് ഏകദേശം 4 to 8 ആസ്കോസ്പോർസ് ഉണ്ടായിരിക്കും. അടുത്തത് ബെസിഡിയോമൈസീഡ്സ്. Sexual fusion results in the formation of a club-shaped organ called base or basidium. ഇതാണ് ഒരു ബെസീഡിയം. അപ്പം സെക്ഷൽ ഫ്യൂഷൻ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ബെസീഡിയം. ഈ ബെസീഡിയത്തിന്റെ മുകളിൽ ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ഉണ്ടാകും. അതിനകത്ത് ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ സ്റ്റെറിക്മേറ്റ എന്ന് പറയും. അതിനകത്ത് കാണപ്പെടുന്ന സ്പോസിനെയാണ് ബെസീഡിയോസ്പോസ് എന്ന് വിളിക്കുന്നത്. ബെസീഡിയോസ്പോസ്. അപ്പം ബെസീഡിയോസ്പോസ് കാണപ്പെടുന്ന ഗ്രൂപ്പാണ് ബെസീഡിയോമൈസീഡ്സ്. And the last group is deuteromycetes or fungi imperfectae. Fungi imperfectയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഡ്യൂട്ടിറോമൈസീഡ്സിന്റെ പ്രത്യേകത എന്തുവാണ്? അതിനകത്ത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കാണത്തില്ല, ഒൺലി എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഗ്രൂപ്പ് ഓഫ് ഫഞ്ചൈ ഹൂസ് സെക്ഷുവൽ ഫേസസ് ആർ നോട്ട് ഐഡന്റിഫൈഡ്. സെക്ഷുവൽ ഫേസ് അതിനകത്ത് ഉണ്ടാകത്തില്ല. മോൾഡായിട്ടും ഗ്രൂ ചെയ്യുന്നുണ്ട്, ഈസ്റ്റ് ആയിട്ടും ഗ്രോ ചെയ്യുന്നത്. അതായത് മോൾഡ് ഫോമും ഉണ്ട് ഈ ഗ്രൂപ്പിനകത്ത്, ഈസ്റ്റ് ഫോമും ഉണ്ട്. ഇത് ഈസ്റ്റിന് എക്സാമ്പിൾ ആണ് കാൻഡിഡ. ഈസ്റ്റിന് എക്സാമ്പിൾ ആണ് കാൻഡിഡയും ക്രിപ്റ്റോകോക്കസും ഒക്കെ ഈസ്റ്റിന് എക്സാമ്പിൾ ആണ്. ഡ്യൂട്ടിറോമൈസീഡ്സിൽ വരുന്ന ഈസ്റ്റിന് എക്സാമ്പിൾ ആണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഇതെല്ലാം. നെക്സ്റ്റ് അബൌട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ്. അപ്പം നമ്മൾ ഫംഗസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, ഫംഗസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കി. ഇനി ഈ ഫംഗസ് തന്നെ പല തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നുണ്ട്. പ്ലാൻ പാരസൈറ്റിക് ആയിട്ടുള്ള ഫഞ്ചയുമുണ്ട്, ആനിമൽ പാരസൈറ്റിക് ആയിട്ടുള്ള ഫഞ്ചയുമുണ്ട്. അപ്പം എന്തുവാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസിനെ ജനറൽ ആയിട്ട് പറയുന്ന പേരാണ്, ഫംഗൽ ഇൻഫെക്ഷൻസ് ആർ നോൺ ആസ് mycosis. Fungal infections are called mycosis. മെയിൻ ആയിട്ടും ഈ മൈക്കോസിസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ അനാറ്റമിക്കൽ സൈറ്റ് ഇൻവോൾവ്. നമ്മുടെ ബോഡിയിൽ ഏത് ഭാഗമാണോ ഇൻവോൾവ് ആയിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് മൈക്കോസിസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബോഡിയുടെ സ്കിന്നിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിൽ വരുന്നതുണ്ട്, കുറച്ചുകൂടെ ഡീപ്പായിട്ട് വരുന്നതുണ്ട്,
മസിൽസും ബോൺസും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നതുണ്ട്, ഇന്റേണൽ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ അങ്ങനെ അനാറ്റമിക്കൽ സൈറ്റിൻ്റെ ബേസിലാണ് മൈക്കോസിസ് ക്ലാസിഫിക്കേഷൻ പോയിരിക്കുന്നത്. അതിൽ ആ ടൈപ്പാണ് സൂപ്പർഫിഷ്യൽ ആൻഡ് ക്യൂട്ടേനിയസ് മൈക്കോസിസ്. Superficial mycosis include the following fungal infections and their etiological infection. ഇനി superficial mycosis എന്ന് പറഞ്ഞാൽ infection confined to the outermost layers of the skin and appendage. സ്കിന്നിൻ്റെ ഏറ്റവും outermost ലെയർ എന്ന് പറയുന്നത് സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്ന ലെയറാണ്. സ്ട്രാറ്റം കോർണിയത്തിലും പിന്നെ സ്കിന്നിൻ്റെ അപ്പൻഡേജസ് എന്ന് പറയുന്നത് ഹെയർ, നെയില്. അങ്ങനെ ഹെയറില്, നെയിലില്, സ്കിന്നിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയറായ സ്ട്രാറ്റം കോർണിയം, ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് മൈക്കോസിസ് ആണ് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് എന്ന് പറയുന്നത്. അടുത്ത് രണ്ടാമത്തെ ടൈപ്പ് ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്ന് പറയുമ്പോൾ ദ ഇൻഫെക്ഷൻ എക്സ്റ്റെൻസ് ഡീപ്പ്, കുറച്ചുകൂടെ സ്ട്രാറ്റം കോർണിയവും കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഡീപ്പിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഇൻഫെക്ഷനെയാണ് ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്ന് പറയുന്നത്. അവിടെയും ഹെയറും നെയിലും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. സൂപ്പർഫിഷ്യൽ മൈക്കോസിസിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന ഇതാണ് ബ്ലാക്ക് പിയഡ്ര. ഹെയറിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന, ഹെയറിൽ വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ബ്ലാക്ക് പിയഡ്ര. ബ്ലാക്ക് പിയഡ്ര കോസ് ചെയ്യുന്ന, പിയഡ്ര തന്നെ രണ്ട് ടൈപ്പിലുള്ള പിയഡ്രയുണ്ട്, ബ്ലാക്ക് പിയഡ്രയും ഉണ്ട്, വൈറ്റ് പിയഡ്രയും ഉണ്ട്. ബ്ലാക്ക് പിയഡ്ര കോസ് ചെയ്യുന്ന ഫംഗസിന് എക്സാമ്പിൾ ആണ് പെയഡ്രിയ ഹോർട്ടെ. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻ ആണ് വൈറ്റ് പിയഡ്ര. വൈറ്റ് പിയഡ്ര കോസ് ചെയ്യുന്ന ഫംഗസിന് എക്സാമ്പിൾ ആണ് ട്രൈക്കോസ്പോറൻ ബേജിലി. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻ ആണ് പിറ്ററിയാസിസ് വെർസിക്കോളർ. സ്കിന്നിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ്, സ്കിന്നിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണ് പിറ്ററിയാസിസ് വെർസിക്കോളർ. സ്കിന്നിൽ അവിടെ പാച്ചസ് ഡെവലപ്പ് ചെയ്യും, ഡിസ്കളേർഡ് ആയിട്ടുള്ള പാച്ചസ്. ബ്ലാക്ക് ഇൻഡിവിജ്വൽസ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റിഷ് പാച്ചസ് ഡെവലപ്പ് ചെയ്യും. ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളേർഡ് പാച്ചസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഹൈപ്പോ പിഗ്മെന്റഡ്, ഹൈപ്പർ പിഗ്മെന്റഡ് ലീഷൻസ് കാണുന്ന ടൈപ്പ് ഇൻഫെക്ഷൻ ആണ് പിറ്ററിയാസിസ് വെർസിക്കോളർ. പിറ്ററിയാസിസ് വെർസിക്കോളർ കോസ് ചെയ്യുന്ന ഫംഗസിന് എക്സാമ്പിൾ ആണ് മാലസേസിയ ഫർഫർ. അടുത്ത സ്കിന്നിൽ തന്നെ ഉണ്ടാകുന്ന വേറൊരു ടൈപ്പ് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ടീനിയ നൈഗ്ര. ടീനിയ നൈഗ്ര കോസ് ചെയ്യുന്ന ഫംഗസിന് എക്സാമ്പിൾ ആണ് ഫെയോ അനലോമൈസിസ് വെർണക്കി. അപ്പൊ ഈ പറഞ്ഞതെല്ലാം സൂപ്പർഫിഷ്യൽ മൈക്കോസിസിന് എക്സാമ്പിൾ ആണ്, ഹെയറിലുണ്ടാകുന്നതും സ്കിന്നിലുണ്ടാകുന്നതും. അതിൽ pityriasis versicolor is the most common type of superficial mycosis which is characterized by hypopigmentation or hyperpigmentation of the skin of the neck, shoulder, chest and back. കൂടുതലും എക്സ്പോസ്ഡ് ആയിട്ടുള്ള റീജിയനിൽ, നെക്ക്, ഹെഡ്, ഷോൾഡർ അങ്ങനെയൊക്കെയുള്ള ഭാഗത്തെ സ്കിന്നിൽ ഹൈപ്പോ പിഗ്മെന്റഡ് ആയിട്ടും ഹൈപ്പർ പിഗ്മെന്റഡ് ആയിട്ടും കാണപ്പെടുന്ന ഒരു ഇൻഫെക്ഷനാണ് പിറ്ററിയാസിസ് വെർസിക്കോളർ. ഹൈപ്പോ പിഗ്മെന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ കുറയുന്നു. ഹൈപ്പർ പിഗ്മെന്റേഷൻ, നമ്മുടെ സ്കിന്നിന് പിഗ്മെന്റേഷൻ കൊടുക്കുന്നതാണ് മെലാനിൻ. ആ മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് ഹൈപ്പോ പിഗ്മെന്റേഷൻ, മെലാനിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ. അപ്പം ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റഡ് ലീഷൻസ് ആയിരിക്കും. ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പോ പിഗ്മെന്റഡ് ലീഷൻസ് ആയിരിക്കും. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദിസ് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ, ദാറ്റ് വേരീസ് ഓൺ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഗ്രി ഓഫ് പിഗ്മെന്റേഷൻ ഓഫ് ദ സറൗണ്ടിങ് സ്കിൻ കളർ അനുസരിച്ചിട്ട് ആ പിഗ്മെന്റേഷൻ വേരി ചെയ്തിരിക്കും. And pityriasis versicolor is due to Malassezia furfur, which involves only the superficial keratin layer. Superficial keratin layer നെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. Black piedra is a superficial mycosis due to Piedria horte, which is manifested by small firm black nodule involving the hair shaft. നമ്മുടെ തലമുടിയിലൊക്കെ ബ്ലാക്ക് കളറിലുള്ള നൊഡ്യൂൾസ് വരുന്ന ടൈപ്പ് ഇൻഫെക്ഷൻ ആണ് ബ്ലാക്ക് പിയഡ്ര. By comparison, white piedra due to Trichosporin bacilli is characterized by soft
ഫ്രയബിൾ ബേജ് നൊഡ്യൂൾ ഓഫ് ദ ഡിസ്റ്റൽ എൻഡ്. അപ്പം ബ്ലാക്കും വൈറ്റും പിയഡ്ര നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് പിയഡ്രയുടെ നൊഡ്യൂൾസ് ബ്ലാക്ക് കളറിലുള്ള നൊഡ്യൂൾസ് ആയിരിക്കും. വൈറ്റ് പിയഡ്രയുടെ നൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വൈറ്റ് കളറിലുള്ള നൊഡ്യൂൾസ് ആയിരിക്കും വൈറ്റ് പിയഡ്രയിൽ ഉണ്ടാകുന്നത്. രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ്, രണ്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പിൽ വരുന്ന ഫംഗസ് ആണ്. വൈറ്റും ബ്ലാക്കും പിയഡ്ര എന്ന് പറയുമ്പോഴത്തേക്ക് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ പോലും രണ്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പിൽ വരുന്ന ഫംഗസ് ആണ് ഇത് രണ്ടും കോസ് ചെയ്യുന്നത്. ബ്ലാക്ക് പിയഡ്ര കോസ് ചെയ്യുന്നത് പെഡ്രിയ ഹോട്രെ, വൈറ്റ് പിയഡ്ര കോസ് ചെയ്യുന്നത് ട്രൈക്കോസ്പോറൻ ബേജിലി. ടീനിയ നൈഗ്രേ most typically presents as a brown to black silver nitrate like stain on the palm of the hand or sole of the foot. സ്കിന്നിൽ തന്നെ ഹാൻഡിൻ്റെ പാംസിലും അല്ലെങ്കിൽ ഫൂട്ടിൻ്റെ സോളിലും ഒക്കെ വരുന്ന ടൈപ്പ് ഒരു സ്കിൻ ഇൻഫെക്ഷൻ ആണ് ടീനിയ നൈഗ്ര. അപ്പോൾ സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻസ് സ്കിന്നിൽ ഉണ്ടാകുന്നതും ഹെയറിൽ ഉണ്ടാകുന്നതുമായ സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻസ് ആണ് ആ പറഞ്ഞതെല്ലാം. ഇനി അടുത്തത് ക്യൂട്ടേനിയസ് മൈക്കോസസ്. Cutaneous mycosis may be classified as dermatophytosis or dermatomycosis. ഇനി നമുക്ക് സൂപ്പർഫിഷ്യൽ ക്യൂട്ടേനിയസ് മൈക്കോസിനെ നമുക്ക് അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡെർമറ്റോഫൈറ്റോസിസ് എന്നും ഡെർമറ്റോമൈക്കോസിസ് എന്നും. ഡെർമറ്റോഫൈറ്റോസിസ് ആർ കോസ്ഡ് ബൈ ദ ഏജൻസ് ഓഫ് ദ ജനറ എപ്പിഡെർമോഫൈറ്റൺ, മൈക്രോസ്പോറം ആൻഡ് ട്രൈക്കോഫൈറ്റൺ. അപ്പം ഈ മൂന്ന് ജനറ കോസ് ചെയ്യുന്ന എപ്പിഡെർമോഫൈറ്റൺ, മൈക്രോസ്പോറം ആൻഡ് ട്രൈക്കോഫൈറ്റൺ, ഈ മൂന്ന് ജനറയെ നമുക്കൊരു പേര് വിളിക്കാം. ദേ ആർ കോൾഡ് dermatophytes. They are called dermatophytes or they are called keratinophilic fungi. They are called keratinophilic fungi. Keratin loving fungi ആണ് അവർ. അപ്പം ഈ ഡെർമറ്റോഫൈറ്റ്സ് കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ കെരാറ്റിനോഫിലിക് ഫഞ്ചൈ കോസ് ചെയ്യുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് ഡെർമറ്റോഫൈറ്റോസസ്. കെരാറ്റിനോഫിലിക് ഫഞ്ചൈക്ക് അല്ലെങ്കിൽ ഡെർമറ്റോഫൈറ്റ്സിന് മൂന്ന് ജനറയാണ് ഡെർമറ്റോഫൈറ്റ്സിൽ വരുന്നത്. എപ്പിഡെർമോഫൈറ്റൺ, മൈക്രോസ്പോറം ആൻഡ് ട്രൈക്കോഫൈറ്റൺ. ഇനി dermatomycosis are cutaneous infections due to other fungi, the most common of which is candida. dermatophytes അല്ലാതെ മറ്റ് ജനറ കോസ് ചെയ്യുന്ന സ്കിൻ ഇൻഫെക്ഷൻസിനെയാണ്, ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസിനെയാണ് ഡെർമറ്റോമൈക്കോസിസ് എന്ന് വിളിക്കുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് കാൻഡിഡ, ഒരു ഈസ്റ്റിന് എക്സാമ്പിൾ ആണ്. Dermatophytosis are characterized by anatomic site specificity according to genera. അവിടെയും anatomical site specificity, that is very common feature of dermatophytosis. dermatophytosis നമ്മൾ നെയിം ചെയ്യുന്നത് തന്നെ, dermatophytosisനെ നമ്മൾ നെയിം ചെയ്യുന്നത് they are called tinea infections. Dermatophytosis are called tinea infections. The word tinea, it is a Latin word that indicates worm or annular lesions. അപ്പം അതായത് ടീനിയ അതിൻ്റെ ആ ലീഷൻസ് കണ്ടു കഴിഞ്ഞാൽ that is like a worm or it is like a ring. ഒരു റിങ് മാതിരി അല്ലെങ്കിൽ ഒരു വേം പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ടീനിയ ഇൻഫെക്ഷൻസ്, റിംഗ് വേം ഇൻഫെക്ഷൻസ് എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കും, ടീനിയ ഇൻഫെക്ഷൻസ് എന്ന് വിളിക്കും. ഇനി ടീനിയ എന്ന വേർഡിനോട് ചേർത്ത് the naming is done in such a way that appending a Latin word to the word tinea, indicating the anatomical site. For example, tinea pedis. This pedis, it is a Latin word and that means that the word pedis means feet. അപ്പം നമ്മുടെ ഫീറ്റിൽ ഉണ്ടാകുന്ന ടീനിയ ഇൻഫെക്ഷൻസിനെയാണ് ടീനിയ പെഡിസ് അല്ലെങ്കിൽ ഡെർമറ്റോഫൈറ്റ് ഇൻഫെക്ഷൻസിനെയാണ് ടീനിയ പെഡിസ്. അപ്പോൾ ഈ ഡിസീസിന്റെ പേര് പറയുന്നതേ അങ്ങനെയാണ്, ടീനിയ പെഡിസ്. അടുത്ത വേറൊരെണ്ണമാണ് ടീനിയ മാനം. മാനം മീൻസ് സ്കിൻ ഓഫ് ദ ഹാൻഡ്. അപ്പം സ്കിൻ ഓഫ് ദ ഹാൻഡിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് ടീനിയ മാനം. അടുത്ത വേറൊരെണ്ണമാണ് ടീനിയ ക്യാപിറ്റിസ്. ടീനിയ ക്യാപിറ്റിസ്
ഹെയർ ഷാഫ്റ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് ടീനിയ ക്യാപിറ്റസ്. അപ്പോൾ എപ്പോഴും ആ ഇൻഫെക്ഷൻ ഡെർമറ്റോഫൈറ്റോസിസ് നമ്മൾ നെയിം ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ടു ദ വേർഡ് ടീനിയ ദർ ഈസ് എ ലാറ്റിൻ വേർഡ് and this Latin word indicates the anatomical site. ഏത് അനാറ്റമിക്കൽ പാർട്ടാണോ ഇൻവോൾവ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഏത് പാർട്ടാണോ ഇൻഫെക്റ്റഡ് ആകുന്നത് അതിൻ്റെ ഒരു ലാറ്റിൻ വേർഡും കൂടെ ചേർത്താണ് നമ്മൾ എപ്പോഴും ഈ ഡിസീസ് നമ്മൾ നെയിം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എപ്പിഡെർമോഫൈറ്റൻ ഇൻഫെക്ട്സ് only skin and nail. ഇനി 3 ജനറയാണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു, എപ്പിഡെർമോഫൈറ്റൻ, ട്രൈക്കോഫൈറ്റൻ, മൈക്രോസ്പോറം. അതിൽ ദിസ് എപ്പിഡെർമോഫൈറ്റൻ ഇൻഫെക്ട്സ് സ്കിൻ ആൻഡ് നെയിൽ. സ്കിന്നിലും നെയിലിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ് എപ്പിഡെർമോഫൈറ്റൻ. ബട്ട് ഡസ് നോട്ട് ഇൻഫെക്റ്റ് ഹെയർ ഷാഫ്റ്റ് ആൻഡ് ഫോളിക്കിൾ. ഹെയറിലും ഷാഫ്റ്റിലും ഒന്നും എപ്പിഡെർമോഫൈറ്റൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയല്ല. മൈക്രോസ്പോറത്തിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെയറിലും സ്കിന്നിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കും, നെയിലിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തില്ല. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കണം, സ്കിന്നിലും ഹെയറിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഏതാണ്? മൈക്രോസ്പോറം. സ്കിന്നിലും നെയിലിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ് എപ്പിഡെർമോഫൈറ്റൻ. ഇനി ട്രൈക്കോഫൈറ്റനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെയറിലുണ്ടാക്കും, സ്കിന്നിലുണ്ടാക്കും, നെയിലിലുണ്ടാക്കും. 3ലും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ് ട്രൈക്കോഫൈറ്റൻ. അപ്പം അങ്ങനെ ഈ 3 ജനറയും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏത് പാർട്ട് ഇൻവോൾവ് ആകുന്നത്, ഏത് ഇതിനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്, അതിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇനിയും 3ാമത്തെ ടൈപ്പ് മൈക്കോസിസ്. അപ്പോൾ സൂപ്പർഫിഷ്യൽ നമ്മൾ നോക്കി, ക്യൂട്ടേനിയസ് പഠിച്ചു. അടുത്ത 3ാമത്തെ ടൈപ്പാണ് സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ്. There are 3 general type of subcutaneous mycosis. 3 general type of subcutaneous mycosis: chromoblastomycosis, mycetoma and sporotrichosis. സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസിൽ വരുന്ന 3 മെയിൻ ടൈപ്പാണ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്, മൈസെറ്റോമ ആൻഡ് സ്പോറോട്രൈക്കോസിസ്. ഓൾ അപ്പിയർ ടു ബി കോസ്ഡ് ബൈ ട്രമാറ്റിക് ഇനോക്കുലേഷൻ ഓഫ് ദ എത്തിയോളജിക്കൽ ഫംജൈ ഇൻടു ദ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. അപ്പോൾ ഇനിയും സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്ന് പറയുമ്പം ഡീപ്പിലേക്ക് വരും. സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിനെ അഫക്റ്റ് ചെയ്യും, മസിൽസിനെ, ബോൺസിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ടൈപ്പാണ് സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ്. പിന്നെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്, സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് ഓൾവേസ് ഫോളോസ് എ ട്രോമ. നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായി, ആ ഇഞ്ചുറിയിൽ കൂടിയേ ഈ ഫംഗസ് ബോഡിയിലേക്ക് എൻട്രി ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയും കൂടി സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസിനുണ്ട്. സോ ഇതെല്ലാം തന്നെ ദേ ഓൾ ബി കോസ്ഡ് ബൈ ട്രോമാറ്റിക് ഇനോക്കുലേഷൻ. ഇഞ്ചുറിയിൽ കൂടിയുള്ള ഇനോക്കുലേഷൻ വഴിയാണ് സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ്. അപ്പോൾ ഈ ബോഡി ഇഞ്ചുറിയിൽ കൂടി ഉണ്ടാകുന്ന മൈക്കോസിസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയാവുന്നതാണ് സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ്. അതിന് എക്സാമ്പിൾസ് ആണ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്, സ്പോറോട്രൈക്കോസിസ്, മൈസെറ്റോമ. Chromoblastomycosis is a subcutaneous mycosis characterized by varicoid lesions of the skin, usually lower extremities, and histological examination reveals muriform cells. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസിന്റെ പ്രത്യേകത, ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ വേരിക്കോയിഡ് ലീഷൻസ് ആൻഡ് ഓൾസോ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ദ സെൽസ് ആർ സീൻ മ്യൂറിഫോം സെൽസ് or so called copper pennies that are characteristic. അപ്പോൾ copper pennies is the characteristic feature of which type of mycosis? That is chromoblastomycosis. Chromoblastomycosis is generally limited to the subcutaneous tissue with no involvement of bone, tendon or muscle. Chromoblastomycosisന്റെ വേറൊരു പ്രത്യേകതയാണ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിൽ മാത്രമാണ് ഇത് ഇൻഫെക്റ്റഡ് ആകുന്നത്. ബോൺസ്, ടെൻഡൺ, മസിൽസ് ഒന്നും ഇൻഫെക്റ്റഡ് ആകത്തില്ല. By comparison, mycetoma is a suppurative and granulomatous subcutaneous mycosis which is destructive of bone,
ടെൻഡൻ ആൻഡ് സ്കെലിറ്റൽ മസിൽ. അപ്പോൾ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസും മൈസറ്റോമയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിൽ മാത്രം ലിമിറ്റഡ് ആവുന്നതാണ്, ബോൺസിലേക്കൊന്നും വരുന്നില്ല. എന്നാൽ മൈസറ്റോമ എന്ന് പറയുന്നത് ഒരു സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് ആണ്. സുപ്പുറേറ്റീവ് ഗ്രാനുലോമാറ്റസ് ഇൻഫെക്ഷൻ ആണ്, സുപ്പുറേറ്റീവ് പസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ്. ആൻഡ് മൈസറ്റോമയ്ക്കകത്ത് ബോണ്, മസിൽസ് ഇതെല്ലാം ഇൻവോൾവ് ആയിട്ടാണ്. മൈസറ്റോമ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഡ്രെയിനിങ് സൈനസ് ട്രാക്ട് from which small but grossly visible pigmented grains or granules are extruded. ഇതിനകത്ത് മൈസറ്റോമയുടെ വേറൊരു പ്രത്യേകതയാണ് ഗ്രാന്യൂൾസ് ഫോം ചെയ്യും. ബോഡിയിൽ ഈ ഇവിടെയൊക്കെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റീജിയൻസിലൊക്കെ ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യും. അതിൽ നിന്ന് സൈനസ് ട്രാക്റ്റുകൾ, ഡ്രെയിനിങ് സൈനസ് ട്രാക്ട്സ് ഡെവലപ്പ് ചെയ്യും. ദീസ് ഗ്രെയിൻസ് ആർ മൈക്രോ കോളനീസ് ഓഫ് ഫഞ്ചൈ. ഈ ഗ്രെയിൻസ് അല്ലെങ്കിൽ ഈ ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത് ഈ ഫംഗസിൻ്റെ കൂട്ടമാണ്. ഈ ഫംഗസ് കൂടി ആണ് അതൊരു ഗ്രാന്യൂൾ അല്ലെങ്കിൽ ഒരു ഗ്രെയിന് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അത് മൈസറ്റോമയുടെ ഒരു ഫീച്ചറാണ്. ദ മോസ്റ്റ് കോമൺ കോസസ് ഓഫ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്. ഇനി ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് ഉണ്ടാക്കുന്ന ഫംഗസിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നത് ആണ് ഫോണസേസിയ പെഡ്രോസി, ഫോണസേസിയ കോമ്പാക്ട ആൻഡ് ക്ലാഡോസ്പോറിയം കരോയിനി, ഫിയാലോഫോറ വെരുക്കോസ. ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് കോസ് ചെയ്യുന്ന ഫംഗസിന് എക്സാമ്പിൾ ആണ്. ദ കോസസ് ഓഫ് Mycetoma are more diverse but can be classified as eumycotic and actinomycotic mycetoma. ഇനി മൈസറ്റോമ തന്നെ രണ്ട് ടൈപ്പിലുള്ള മൈസറ്റോമയുണ്ട്. ഫംഗസ് കോസ് ചെയ്യുന്ന മൈസറ്റോമയും ഉണ്ട്, ആക്ടിനോമൈസീറ്റ്സ് കോസ് ചെയ്യുന്ന മൈസറ്റോമയും ഉണ്ട്. ഫംഗസ് കോസ് ചെയ്യുന്ന മൈസറ്റോമയെ നമ്മൾ യൂമൈസറ്റോമ എന്ന് വിളിക്കും. ആക്ടിനോമൈസീറ്റ്സ് കോസ് ചെയ്യുന്ന മൈസറ്റോമയെ നമ്മൾ ആക്ടിനോമൈക്കോട്ടിക് മൈസറ്റോമ എന്ന് വിളിക്കും. The most common agent of eumycotic mycetoma is Pseudolecheria boydii, and the most common cause of actinomycotic mycetoma is Nocardia brasiliensis. അപ്പോൾ actinomycetoma കോസ് ചെയ്യുന്നതിന് എക്സാമ്പിൾ നൊക്കാഡിയ, eumycotic mycetoma കോസ് ചെയ്യുന്നതിന് എക്സാമ്പിൾ Pseudolecheria boydii. ഇനി സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസിലെ മൂന്നാമത്തെ ടൈപ്പ്, മൂന്നെണ്ണമാണ്: ക്രോമോബ്ലാസ്റ്റോ, മൈസറ്റോമ ആൻഡ് സ്പോറോട്രൈക്കോസിസ്. Sporotrichosis is the third general class of subcutaneous mycosis, and this infection is due to Sporothrix schenki. Sporotrichosis കോസ് ചെയ്യുന്ന ഫംഗസിന് എക്സാമ്പിൾ ആണ് Sporothrix schenki and involves the subcutaneous tissue at the point of traumatic inoculation. ഇതെല്ലാം തന്നെ സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസിന്റെ എല്ലാം പ്രത്യേകത അതാണ്, ട്രോമ വഴിയാണ് എൻട്രി ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ the infection usually spreads along cutaneous lymphatic channels of the extremity involved. ലിംഫാറ്റിക് ചാനൽസിലേക്കൊക്കെ സ്പ്രെഡ്സ് അലോങ് അതിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഇൻഫെക്ഷനും കൂടിയാണ് സ്പോറോട്രൈക്കോസിസ്. കോസ് ചെയ്യുന്നത് സ്പോറോത്രിക്സ് ഷെങ്കി. ഈ സ്പോറോത്രിക്സ് ഷെങ്കിക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇറ്റ് ഈസ് എ ഡൈമോർഫിക് ഫഞ്ചൈ. ഒരു ഡൈമോർഫിക് ഫഞ്ചൈ ആണ്. ഡൈമോർഫിക് ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ രണ്ട് ഡിഫറെൻറ്റ് മോർഫോളജി അത് കാണിക്കും. രണ്ട് ഡിഫറെൻറ്റ് മോർഫോളജി എന്ന് പറയുന്നത് ഈസ്റ്റ് ആയിട്ടും അത് ഗ്രോ ചെയ്യും, മോൾഡ് ആയിട്ടും ഗ്രോ ചെയ്യും. നമ്മൾ 37 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഓർഗാനിസത്തിനെ ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യും. എന്നാൽ റൂം ടെമ്പറേച്ചറിൽ 28 to 30 ഡിഗ്രി സെൽഷ്യസിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഗാനിസം മോൾഡ് ആയിട്ട് ഗ്രോ ചെയ്യും. അങ്ങനെയുള്ള ഫംഗസിനെ വിളിക്കുന്ന പേരാണ് ഡൈമോർഫിക് ഫഞ്ചൈ. ഫഞ്ചൈ വിച്ച് ഗ്രോസ് or which shows two different morphology based on incubation temperature. So this Sporothrix schenki is also an example of dimorphic fungi. Then deep mycosis. Deep mycosis, primary versus opportunistic mycosis. അതിൽ തന്നെ
ഓപ്പർച്യൂണിസ്റ്റിക് മൈക്കോസിസും ഉണ്ട്, സിസ്റ്റമിക് അല്ലെങ്കിൽ പ്രൈമറി മൈക്കോസിസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്. ഡീപ്പ് മൈക്കോസിസ് ആർ ക്രോസ്ഡ് ബൈ പ്രൈമറി പാത്തോജനിക് ആൻഡ് ഓപ്പർച്യൂണിസ്റ്റിക് ഫംഗൽ പാത്തോജൻസ്. ഹൈലി പാത്തോജനിക് ആയിട്ടുള്ള ഗ്രൂപ്പ് കോസ് ചെയ്യുന്നതാണ് സിസ്റ്റമിക് മൈക്കോസിസ് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പ്രൈമറി മൈക്കോസിസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഗ്രൂപ്പാണ് ഓപ്പർച്യൂണിസ്റ്റിക് ഫംഗൽ പാത്തോജൻസ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിസ്റ്റിക് ഫംഗൽ പാത്തോജൻസ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിസ്റ്റിക് കണ്ടീഷൻസ് വന്നു കഴിയുമ്പോൾ, അതായത് എപ്പോഴും ഒരു പാത്തോജൻ അല്ല, അതൊരു കണ്ടാമിനന്റ് ഫംജൈ ആയിരിക്കും, ബട്ട് ദേ കോസ് ഇൻഫെക്ഷൻ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ് ലൈക്ക് ഇൻ ദ കേസ് ഓഫ് എയ്ഡ്സ് പേഷ്യൻറ്റ്, those who receive immunosuppressive drugs, AIDS പേഷ്യൻസിൻ്റെ കേസിൽ ഇമ്മ്യൂണോസപ്രസീവ് ഡ്രഗ്സ് എടുക്കുന്ന കേസിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകുന്ന ടൈമാണ്. ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് ഓപ്പർച്യൂണിസ്റ്റിക് മൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പാത്തോജൻസിനെ ഓപ്പർച്യൂണിസ്റ്റിക് പാത്തോജൻസ് എന്നാണ് പറയുന്നത്. ഇപ്പം ഡീപ്പ് മൈക്കോസിസ് രണ്ട് പ്രൈമറി പാത്തോജൻസ് കോസ് ചെയ്യുന്നത് കൊണ്ട് ഓപ്പർച്യൂണിസ്റ്റിക് പാത്തോജൻസ് കോസ് ചെയ്യുന്നതുമുണ്ട്. പ്രൈമറി പാത്തോജനിക് ഫംജൈ ആർ ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ഇൻഫെക്ഷൻ ഇൻ എ നോർമൽ ഹോസ്റ്റ്, whereas opportunistic pathogens require a compromised host in order to establish infection. നോർമൽ ആയിട്ടുള്ള ഹോസ്റ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റും പ്രൈമറി പാത്തോജൻസിന്. എന്നാൽ ഓപ്പർച്യൂണിസ്റ്റിക് പാത്തോജൻസ് ഒരു കോംപ്രമൈസ്ഡ് ഇൻഡിവിജ്വൽസ്, അതായത് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിസ്റ്റിക് കണ്ടീഷൻസിൽ മാത്രം ഉണ്ടാക്കുന്നതാണ്. ആസ് ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, സർജറി, എയ്ഡ്സ്, ഇങ്ങനെയുള്ള ഈ കേസസ് ഒക്കെ അണ്ടർഗോയിങ് ആയിട്ട് വരുന്ന കേസസിൽ വരുന്ന ഇതാണ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ്. അതുണ്ടാക്കുന്നതാണ് ഓപ്പർച്യൂണിസ്റ്റിക് പാത്തോജൻസ്. ദ പ്രൈമറി ഡീപ്പ് പാത്തോജൻസ് യൂഷ്വലി ഗെയിൻ access to the host via respiratory tract. ഈ പ്രൈമറി പാത്തോജൻസ് ഇത് ഉണ്ടാക്കുന്ന പാത്തോജൻസ് കൂടുതലും ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കൂടിയാണ് ഇത് കൂടുതലും എൻട്രി ചെയ്യുന്നത്. ഇപ്പോൾ പ്രൈമറി പാത്തോജൻസ് അല്ലെങ്കിൽ അതിനെ സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന പാത്തോജൻസ് എന്ന് നമുക്ക് വിളിക്കാം. ആ സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന പാത്തോജൻസ് കൂടുതലും ബോഡിയിൽ എൻട്രി ചെയ്യുന്നത് ത്രൂ റെസ്പിറേറ്ററി ട്രാക്ട്. Opportunistic fungi causing deep mycosis invade via respiratory tract, elementary tract or intravascular devices. ഇത് ഏത് രീതിയിലും ആകാം. ഈ പറഞ്ഞ ഏത് രീതിയിൽ കൂടി ഇൻട്രാവാസ്കുലർ, എലിമെന്ററി ട്രാക്ട്, ഇതിൽ ഏതിൽ കൂടി വേണമെങ്കിലും ഓപ്പർച്യൂണിസ്റ്റിക് പാത്തോജൻസിന് എൻറ്റർ ചെയ്യാൻ സാധിക്കും. പ്രൈമറി സിസ്റ്റമിക് ഫംഗൽ പാത്തോജൻസ്. ഇനിയും പ്രൈമറി ഉണ്ട് ഓപ്പർച്യൂണിസ്റ്റിക്കും ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. അതിലെ പ്രൈമറി സിസ്റ്റമിക് ഫംഗൽ പാത്തോജൻസിന് എക്സാമ്പിൾസ് ആണ് കോക്സിഡിയോയിഡ്സ് ഇമ്മിറ്റസ്, ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം, ബ്ലാസ്റ്റോമൈസീസ് ഡെർമറ്റൈറ്റിഡിസ് and Paracoccidioids brasiliensis. Systemic fungal infections, systemic fungal infections അല്ലെങ്കിൽ systemic fungal pathogens. Systemic fungal infections എന്ന് പറഞ്ഞാൽ the infection originates primarily in the lungs. ലങ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. And from the lungs it spreads to internal organs. നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ബോഡി ഓർഗൻസിലേക്കെല്ലാം സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ആണ് സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. ആ സിസ്റ്റമിക് ഫംഗൽ പാത്തോജൻസിന് എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞതെല്ലാം. കോക്സിഡിയോയിഡ്സ് ഇമ്മിറ്റസ്, ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം, പാരാകോക്സിഡിയോയിഡ്സ് ബ്രസിലിയൻസിസ്, ബ്ലാസ്റ്റോമൈസീസ് ഡെർമറ്റൈറ്റിഡിസ്. ഇനി ഓപ്പർച്യൂണിസ്റ്റിക് ഫംഗൽ പാത്തോജൻസിന് എക്സാമ്പിൾ ആണ് ഓപ്പർച്യൂണിസ്റ്റിക് ഫംഗൽ പാത്തോജൻസ് മീൻസ് കണ്ടീഷൻ ഓപ്പർച്യൂണിസ്റ്റ് ആണെങ്കിൽ മാത്രം, ഫേവറബിൾ ആണെങ്കിൽ മാത്രം, നോർമൽ ഹോസ്റ്റിൽ ഉണ്ടാക്കത്തില്ല. എയ്ഡ്സ്, ക്യാൻസർ പേഷ്യൻസ്, സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ വെൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം ബിക്കം വീക്ക്, ആ സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ്. അതിന് എക്സാമ്പിൾസ് ആണ് ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ്, കാൻഡിഡ സ്പീഷീസ്, ആസ്പെർജില്ലസ് സ്പീഷീസ്, പെനിസിലിയം സ്പീഷീസ്, പെനിസിലിയം മാറനേഫി, സൈഗോമൈസീഡ്സിൽ വരുന്ന ട്രൈക്കോസ്പോറൻ, സൈഗോമൈസീഡ്സിൽ വരുന്ന മെമ്പേഴ്സ് ട്രൈക്കോസ്പോറൻ ബെയ്ജിലി, ഫ്യൂസേറിയം, ഇതെല്ലാം ഓപ്പർച്യൂണിസ്റ്റ് ഫംഗൽ പാത്തോജൻസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ പ്രൈമറി സിസ്റ്റമിക് പാത്തോജൻസും ഉണ്ട്,
ഓപ്പർച്യൂണിസ്റ്റിക് ഫംഗൽ പാത്തോജൻസുമുണ്ട്. ഇനി സിസ്റ്റമിക് ഫംഗൽ പാത്തോജൻസ് കാണിക്കുന്ന ഒരു ഫിനോമിനനാണ് ഡൈമോർഫിസം. Dimorphism in the pathogenic fungi is the morphological and physiological conversion of certain fungi from one phenotype to another when such fungi change from one environment to another. രണ്ട് ഡിഫറെൻറ്റ് മോർഫോളജി അത് കാണിക്കും ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ ഓർ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. ഡൈമോർഫിക് ഫഞ്ചൈക്ക് എക്സാമ്പിൾസ് ആണ്, മുമ്പേ നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ചായിരുന്നു, സ്പോറോത്രിക്സ് ശംഖി. അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾസ് ആണ് കോക്സിഡിയോയിഡ്സ് ഇമിറ്റസ്, ഹെസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം, ബ്ലാസ്റ്റോമൈസീസ് ഡെർമറ്റൈറ്റിഡസ്, പാരാകോക്സിഡിയോയിഡ്സ് ബ്രസിലിയൻസിസ്, പെനിസിലിയം മാറനേഫി, സ്പോറോത്രിക്സ് ശംഖി, and certain opportunistic fungi such as Candida albicans and Penicillium marnefi. അപ്പോൾ ഡൈമോർഫിക് ഫഞ്ചൈക്ക് എക്സാമ്പിൾസ് ഓർത്ത് വെച്ചോളുക. വിച്ച് വൺ ഈസ് എ ഡൈമോർഫിക് ഫഞ്ചൈ? പേരുകൾ തന്നിട്ട് ഇതിനകത്തുനിന്ന് ഡൈമോർഫിക് ഫഞ്ചൈയെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരുകളൊക്കെ ഓർത്ത് വെക്കാം. സിസ്റ്റമിക് മൈക്കോസിസ്. സിസ്റ്റമിക് മൈക്കോസിസ് കോസ് ചെയ്യുന്ന പാത്തോജൻസിന്റെ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. കോക്സിഡിയോയിഡ്സ്, പാരാകോക്സിഡിയോയിഡ്സ്, ഹിസ്റ്റോപ്ലാസ്മ. അതിൽ കോക്സിഡിയോയിഡ്സ് കോസ് ചെയ്യുന്നതാണ് കോക്സിഡിയോയിഡോ മൈക്കോസിസ്. ദ ആർത്രോകൊണീഡിയ ഓഫ് കോക്സിഡിയോയിഡ്സ് ഇമിറ്റേഴ്സ് ആർ ഇൻഹെയിൽഡ് ആൻഡ് കൺവേർട്ട് into the lungs and convert in the lungs to spherules. അപ്പോൾ ഇവിടെ കോക്സിഡിയോയിഡ് ഇമിറ്റസ് കോസ് ചെയ്യുന്ന ഒരു സിസ്റ്റമിക് മൈക്കോസിന് എക്സാമ്പിൾ ആണ് കോക്സിഡിയോയിഡോ മൈക്കോസിസ്. കോക്സിഡിയോയിഡോ മൈക്കോസിസ്. കോക്സിഡിയോയിഡോ മൈക്കോസിസ് ഈസ് കോസ്ഡ് ബൈ കോക്സിഡിയോയിഡ്സ് ഇമിറ്റസ്. ഇവിടെ സംഭവിക്കുന്നത് ഫംഗസിന്റെ സ്പോർസ് ഇൻഹെയിൽഡ് ആകും. ഈ സ്പോർസ് ലങ്സിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എല്ലാം തന്നെ ലങ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലങ്സിൽ നിന്ന് അത് ഇന്റേണൽ ഓർഗൻസിലേക്ക് സ്പ്രെഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് ലങ്സിൽ ദിസ് സ്പോർസ് ആർ കൺവേർട്ടഡ് ടു സ്ഫെറിയൂൾസ്. So spherule is a characteristic feature of which of the following fungi? അപ്പോൾ സ്പെറിയൂൾ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ട് കാണുന്ന ഇതിൽ ഏതാണ് എക്സാമ്പിള്? ഏതാണ് എക്സാമ്പിള്? കോക്സിഡിയോയിഡ്സ് ഇമിറ്റസ്. പല പേരുകൾ കാണും, ഹിസ്റ്റോപ്ലാസ്മ കാണും, ബ്ലാസ്റ്റോമൈസീസ് കാണും. ഇതെല്ലാം സിസ്റ്റമിക് പാത്തോജൻസ് ആണ്. ബട്ട് ഇതൊന്നും സ്പെറിയൂൾ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ടുള്ളതല്ല. സ്പെറിയൂൾ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ടുള്ളതിന് എക്സാമ്പിൾ ആണ് കോക്സിഡിയോയിഡ്സ് ഇമിറ്റസ്. മോസ്റ്റ് കേസസ് ഓഫ് കോക്സിഡിയോയിഡോ mycosis are clinically mild infection in patients who inhale infective arthroconidea. അപ്പോൾ ഈ മോസ്റ്റ് കേസിൽ ക്ലിനിക്കലി മൈൽഡ് ഇൻഫെക്ഷൻ ആണ്. ഇതിൻ്റെ ആർത്രോകൊണീഡിയ ഇതിൻ്റെ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ചില ആൾക്കാർ ദേ ഡെവലപ്പ് progressive pulmonary infection and suffer dissemination to the brain, bone and other sites. ചില കേസസിൽ അത് സിവിയർ ആയിട്ട് മാറാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊരു പ്രോഗ്രസീവ് ലങ് പൾമണറി ഇൻഫെക്ഷൻ, ലങ് ഇൻഫെക്ഷനിലേക്ക് വരാം. ബ്രെയിന്, ബോണ് ഇതിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാം. Coccidioids meningitis is a life-threatening infection requiring lifelong treatment. Then next, histoplasmosis. Histoplasmosis is a primary pulmonary infection resulting from inhalation of conidia of Histoplasma capsulata. ഇതിൻ്റെ ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റ അതൊരു സോയിലിൽ കാണുന്ന ഒരു ഫംഗസ് ആണ്. സോയിലിൽ അതിൻ്റെ സ്പോർസ് കാണും. അത് ഇൻഹെയിൽഡായി ബോഡിയിലെത്തുന്നു. ബോഡിയിൽ അത് നമ്മുടെ ബോഡിയിൽ അത് ആ സ്പോർ ഫോമിൽ നിന്ന് അല്ലെങ്കിൽ മോൾഡ് ഫോമിൽ നിന്ന് അത് ചേഞ്ചായി ഈസ്റ്റ് ഫോമിലേക്ക് വരും. അപ്പം അങ്ങനെയുള്ളൊരു പൾമോണറി ഇൻഫെക്ഷൻ, അപ്പം റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കൂടെ അത് നേരെ ലങ്സിലേക്കാണ് എത്തുന്നത്. ഒരു പൾമോണറി ഇൻഫെക്ഷനാണ് ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റത്തിൻ്റെ കൊണീഡിയ ബോഡിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക്. ആൻഡ് ദാറ്റ് കൊണീഡിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ബ്ലാസ്റ്റോകൊണീഡിയ ഓർ ബഡ്ഡിങ് ഈസ്റ്റ്. അതാണ് ബോഡിയിൽ അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊണീഡിയ ഉടനെ തന്നെ ഈസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈസ്റ്റ് ഫോമാണ് നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഡൈമോർഫിക് ഫഞ്ചൈക്ക് എക്സാമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞു.
റൂം ടെമ്പറേച്ചറിൽ, അതായത് എൻവയോൺമെൻറ്റിൽ ഇത് മോൾഡായിട്ടിരിക്കും. ആ മോൾഡിൻ്റെ സ്പോർട്സ് അല്ലെങ്കിൽ കൊണീഡിയ ഇൻഹെയിലാകും. ഇൻഹെയിലായി കഴിഞ്ഞ് ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 37 ഡിഗ്രി സെൽഷ്യസിൽ പെട്ടെന്ന് തന്നെ അത് ഈസ്റ്റ് ആയിട്ട് മാറും. ആ ഈസ്റ്റ് ഫോമാണ് നമുക്ക് ഹ്യൂമൻസിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഡിസെമിനേഷൻ ടു ദ ഹീലാർ ആൻഡ് മെഡിസ്റ്റൈനൽ ലിംഫ് നോഡ്സ്, spleen, liver, bone marrow and brain may be life threatening in infants and other immunocompromised patients. അപ്പോൾ ലങ്സിൽ നിന്നത് എല്ലാ ഇന്റേണൽ ഓർഗൻസിലേക്ക്, സ്പ്ലീൻ, ലിവർ, ബോൺ മാരോ, ഇതിലേക്കൊക്കെ അത് സ്പ്രെഡ് ചെയ്യും. ഹിസ്റ്റോപ്ലാസ്മോസിസ് ലൈക്ക് ട്യൂബർകുലോസിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ intracellular growth of the pathogen in macrophage and granulomatous reaction in tissue. ഇനി വേറൊരു പ്രത്യേകത ഹിസ്റ്റോപ്ലാസ്മോസിസിനുള്ളതാണ്. ദാറ്റ് ഈസ് ആൻ ഇൻട്രാസെല്ലുലാർ മൈക്കോസിസ് ഓർ Histoplasma capsulatum is an intracellular pathogen. ഇത് മാക്രോഫേജസിന് ഒക്കെ ഉള്ളിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്, ഇതിനകത്താണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഇൻട്രാസെല്ലുലാർ പാത്തജൻ എന്നും ആ മൈക്കോസിസിനെ ഇൻട്രാസെല്ലുലാർ മൈക്കോസിസ് എന്നും നമുക്ക് വിളിക്കാം. ഓപ്പർച്യൂണിസ്റ്റിക് മൈക്കോസിസ് നമുക്കറിയാം, അത് കണ്ടീഷൻ ഫേവറബിൾ ആണെങ്കിൽ മാത്രം വരുന്നതാണ് ഓപ്പർച്യൂണിസ്റ്റിക് മൈക്കോസിസ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിസ്റ്റിക് മൈക്കോസിസിന് എക്സാമ്പിൾ ആണ് Candidiasis due to Candida albicans and other Candida species. Candida albicans പിന്നെ മറ്റ് കാൻഡിഡ സ്പീഷീസ് ഇതൊക്കെ കോസ് ചെയ്യുന്ന ടൈപ്പ് ഇൻഫെക്ഷൻ ആണ് Candidiasis. Is the most common ഓപ്പർച്യൂണിസ്റ്റിക് ഫംഗൽ ഇൻഫെക്ഷൻ. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കാൻഡിഡിയാസിസ്. Candida albicans is the most common cause of candidiasis. ഏറ്റവും ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു പാത്തോജനാണ് കാൻഡിഡ. ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കാൻഡിഡിയാസിസ് കോസ് ചെയ്യുന്ന ഒരു ഇതാണ് കാൻഡിഡ ആൽബിക്കൻസ്. കാൻഡിഡിയാസിസ് may be classified as superficial or deep. ഇനി ഇതിനെ തന്നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. കാൻഡിഡിയാസിസിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. Superficial candidiasis and deep candidiasis. Superficial candidiasis may involve the epidermal and mucosal surfaces, including those of oral cavity, pharynx, esophagus, intestine, urinary bladder and vagina. Superficial ആയിട്ടുള്ള റീജിയൻസിലൊക്കെ വരുന്നത്, എപ്പിഡെർമൽ മ്യൂക്കോസൽ സർഫസിലൊക്കെ വരുന്നത്, ഓറൽ ക്യാവിറ്റിയിൽ, ഫാരങ്സിൽ, ഓറൽ കാൻഡിഡിയാസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ടൈപ്പാണ്. ഈസോഫാജൽ കാൻഡിഡിയാസിസ്, യൂറിനറി ബ്ലാഡറിൽ, ഇവിടെയൊക്കെ വരുന്ന ടൈപ്പാണ് സൂപ്പർഫിഷ്യൽ കാൻഡിഡിയാസിസ്. ദെൻ അലിമെന്ററി ട്രാക്ട് ആൻഡ് ഇൻട്രാവാസ്കുലാർ കത്തീറ്റർ ആർ ദ മേജർ പോർട്ടൽ ഓഫ് എൻട്രി ഫോർ ഡീപ്പ് കാൻഡിഡിയാസിസ്. എലിമെന്ററി ട്രാക്റ്റും അതുപോലെ തന്നെ ഇൻട്രാവാസ്കുലാർ കത്തീറ്റേഴ്സുമാണ് ഡീപ്പ് കാൻഡിഡിയാസിസിൻ്റെ അല്ലെങ്കിൽ വിസറൽ കാൻഡിഡിയാസിസിൻ്റെ മെയിൻ റൂട്ട്. വിസറൽ അല്ലെങ്കിൽ ഡീപ്പ് കാൻഡിഡിയാസിസ് ഇൻവോൾവ് ആയിട്ടുള്ള റീജിയൻസ് ആണ് കിഡ്നി, ലിവർ, സ്പ്ലീൻ, ബ്രെയിൻ, ഐ, ഹാർട്ട് ആൻഡ് അതർ ടിഷ്യൂസ് ആർ ദ മേജർ ഓർഗൻ സൈറ്റ്സ് ഇൻവോൾവ് ഇൻ ഡീപ്പ് ഓർ വിസറൽ കാൻഡിഡിയാസിസ്. അപ്പോൾ സൂപ്പർഫിഷ്യൽ കാൻഡിഡിയാസിസ് അഫക്റ്റ് ചെയ്യുന്ന ഓർഗൻസിന് എക്സാമ്പിൾസ് ആയിട്ട് സൂപ്പർഫിഷ്യൽ റീജിയൻസ് ഒക്കെയാണ്. ഡീപ്പ് കാൻഡിഡിയാസിസ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് ലിവർ, സ്പ്ലീന്, ബ്രെയിന്, ഹാർട്ട്, ഇങ്ങനെയുള്ള ഇതെല്ലാം വരുന്നതാണ് ഡീപ്പ് അല്ലെങ്കിൽ വിസറൽ കാൻഡിഡിയാസിസ്. അടുത്ത ആസ്പെർജില്ലോസിസ്. ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസിലെ അടുത്ത ടൈപ്പാണ് ആസ്പെർജില്ലോസിസ്. ഇൻവേസീവ് ആസ്പെർജില്ലോസിസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻവോൾവ്സ് ദ ലങ്സ് ആൻഡ് പാരാനേസൽ സൈനസ്. ആസ്പെർജില്ലസ് കോസ് ചെയ്യുന്ന ടൈപ്പ് ഇൻഫെക്ഷൻ ആണ് ആസ്പെർജില്ലോസിസ് എന്ന് പറയുന്നത്. അതിൽ ഇൻവേസീവ് ആസ്പെർജില്ലോസിസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻവോൾവ് ആയിട്ട് വരുന്ന റീജിയൻ ആണ് ലങ്സും പാരാനേസൽ സൈനസ് റീജിയണും, സൈനസും ലങ്സും. ദിസ് ഫംഗസ് may disseminate from the lungs to involve the brain,
കിഡ്നി, ലിവർ, ഹാർട്ട് ആൻഡ് ബോൺ, ഇതിലേക്കൊക്കെ അത് സ്പ്രെഡ് ചെയ്യും. ബ്രെയിനിലേക്ക്, ലിവറിലേക്ക്, കിഡ്നിയിലേക്ക്. The main portal of entry of aspergillosis is the respiratory tract. Main portal entry ആണ് respiratory tract. However, injuries to the skin may also introduce the organism into the susceptible. അപ്പം ഇഞ്ചുറീസ് വഴിയും എൻട്രി ചെയ്യുന്നുണ്ട്. ബട്ട് ദ മെയിൻ പോർട്ടൽ ഓഫ് എൻട്രി, കൂടുതലും ആസ്പെർജില്ലസിൻ്റെ എൻട്രി ഉണ്ടാകുന്നത് അതിൻ്റെ സ്പോർ ഇൻഹലേഷൻ വഴിയാണ്. അതായത് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കൂടിയാണ് ഇതിൻ്റെ മെയിനായിട്ടും അതിൻ്റെ ഇൻഹലേഷൻ ഉണ്ടാകുന്നത്. മെയിൻ പോർട്ടൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത്. സൈഗോമൈക്കോസിസ്. സൈഗോമൈക്കോസിസ് ഡ്യൂ ടു, സൈഗോമൈക്കോസിസ് കോസ് ചെയ്യുന്ന പാത്തോജൻസിന് എക്സാമ്പിൾ ആണ് റൈസോപ്പസ്, റൈസോമ്യൂക്കർ, Absidia, mucor species and other members of the class Zygomycetes. Zygomycetes വരുന്ന members cause ചെയ്യുന്നതാണ് zygomycosis എന്ന് പറയുന്നത്. And also cause invasive cyanopulmonary infection. And especially life-threatening form of zygomycosis, also known as mucormycosis. സൈഗോമൈക്കോസിൻ്റെ ഒരു ലൈഫ് ത്രെട്ടനിങ് ഫോമാണ്. ബ്ലാക്ക് ഫംഗസ് ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ള സൈഗോമൈക്കോസിസ് ഈസ് നോൺ ആസ് റൈനോസെറിബ്രൽ സിൻഡ്രോം വിച്ച് ഒക്കേഴ്സ് ഇൻ ഡയബറ്റിക്സ് വിത്ത് കീറ്റോ അസിഡോസിസ്. ഡയബറ്റിക്സും കീറ്റോ അസിഡോസിസ് കണ്ടീഷൻസും ഒക്കെയുള്ള ആൾക്കാരിൽ വരുന്ന ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ഫേറ്റലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷനാണ് മ്യൂക്കർ മൈക്കോസിസ്. അത് കോസ് ചെയ്യുന്നത് സൈഗോമൈക്കോസിസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഫംഗസ് ആണ്. ക്രിപ്റ്റോകോക്കോസിസ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസിൽ വരുന്ന വേറൊരു ടൈപ്പാണ് ക്രിപ്റ്റോകോക്കോസിസ്. Cryptococcus, most typically an opportunistic fungal infection that most frequently causes pneumonia and meningitis. Pneumonia, meningitis പോലെയുള്ള ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന ഒരു ഈസ്റ്റ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ഇൻഫെക്ഷനാണ് ക്രിപ്റ്റോകോക്കോസിസ്. Defective cellular immunity, especially that associated with acquired immune deficiency syndrome, is the most risk factor for developing cryptococcosis. Defective cellular immunity, അതുപോലെ തന്നെ acquired immune deficiency syndrome, AIDS patientsൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ കാണുന്ന അവർക്കൊക്കെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഇൻഫെക്ഷനാണ് ക്രിപ്റ്റോകോക്കോസിസ്. ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ഫംഗൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ്. ഒരു ഈസ്റ്റിന് എക്സാമ്പിളാണ് ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ്. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ക്രിപ്റ്റോകോക്കോസിസ്, ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ്. ക്യാപ്സ്യൂൾ കാണപ്പെടുന്ന ഫംഗസിന് എക്സാമ്പിളാണ് ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ്. ആ ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ് കോസ് ചെയ്യുന്ന ഇൻഫെക്ഷനാണ് ക്രിപ്റ്റോകോക്കോസിസ്. ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന ന്യൂമോണിയ ഒക്കെ സിംറ്റമായിട്ട് വരുന്ന ഇൻഫെക്ഷനാണ്. ഓക്കെ.